السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا دركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي. خليفة الله فينا محيي الدين. يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. هو القطب سلطان سماه محمد أبو بكر المشهور من دون ريبة. وحيد فريد لا يوافق مثله. ولي جليل شيخ كل الطريقة. കാക്കണം ഞങ്ങളെ ശൈഖോരെ നോക്കണം ഞങ്ങളെ മടവൂരെ. ഉങ്കള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ശവ്വാൽ മാസം മഹാനരായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ സുൽത്താനുൽ ഔലിയാ ഖുത്ബുൽ ആലം അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മടവൂർ സിയം വലിയുല്ലാഹി തങ്ങളുടെ ഉറൂസിൻ്റെ മാസം. എല്ലാ സ്ഥലങ്ങളിലും ശൈഖുനായുടെ മദഹുകൾ വളരെ മനോഹരമായി വിശ്വാസികൾ സന്തോഷപൂർവം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സാവിയത്തു സൂഫിയുടെ ആഭിമുഖ്യത്തിൽ ശൈഖുനായുടെ ആണ്ടിൻ്റെ ദിവസമായ ശവ്വാൽ 4 മടവൂര് മഖാമിൽ സുബഹി നമസ്കാരത്തിന് ശേഷം ശൈഖുനായുടെ ദർബാറിൽ അവിടുത്തെ മഖാമിൽ നമ്മുടെ വന്യരായ ശൈഖുന പ്രത്യേകമായി ഏൽപ്പിച്ച മനോഹരമായ പട്ട് വിരിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധമായ ആ ഹളറത്തിൽ പട്ട് വിരിച്ച് അവിടെ നിന്ന് സമാരംഭം കുറിച്ച നമ്മുടെ മഹത്തായ ഉറൂസ് പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു വരികയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ ഈ തിരുവള്ളൂരിൽ മഹാന്മാരെ സ്നേഹിക്കുകയും ഔലിയാക്കളെ മഹബത്ത് വെക്കുകയും ചെയ്യുന്ന നല്ലവരായ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന പരിശുദ്ധമായ വഴിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാരും ചെറുപ്പക്കാരുമൊക്കെയുള്ള ഈ നാട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശൈഖുനായുടെ മൗലിദ് എന്ന് പറയുന്നത് അവിടുത്തെ മദ്ഹ് പറയുക, അവിടുത്തെ മഹത്വം പറയുക. നേരത്തെ അൻവരി ഉസ്താദ് നമ്മുടെ ശ്രദ്ധയിലേക്ക് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പദ്യരൂപത്തിലാകാം, ഗദ്യരൂപത്തിലാകാം, പദ്യഗദ്യ സമ്മിശ്ര രൂപത്തിലാകാം, അറബിയിലാകാം, മലയാളത്തിലാകാം, വിവിധ ഭാഷകളിലാകാം. അവരുടെ മഹത്വം പറയുക, അവരുടെ ഉന്നതി പറയുക, അതിനാണ് മൗലിദ് എന്ന് പറയുക. മഹാന്മാരെ സ്നേഹമുള്ളവർക്ക് അതിന് കഴിയൂ. റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയാൻ ഖുർആനിൽ അല്ലാഹു ആരോടാണ് ആഹ്വാനം ചെയ്തത്? ഇന്നല്ലാഹ
വമലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും അവന്റെ മാലാകമാരും മുത്തു റസൂലിന്റെ മേൽ സലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗം കണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്നാണ് സംബോധന. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ മാലാകമാരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവർത്തനം, ആ ഒരു നിർവഹണം നിങ്ങൾ നിർവഹിക്കണം. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണം, സലാമ് നിർവഹിക്കണം, മുത്തുനബിയുടെ മദ്ഹ് പറയണം, അവിടുത്തെ മഹത്വം പറയണം. അതിനാർക്കേ കഴിയൂ? വിശ്വാസമുള്ളവർക്കേ കഴിയൂ, മഹബ്ബത്തുള്ളവർക്കേ കഴിയൂ. വിശ്വാസികളാണ് എന്ന് നാഴികക്ക് 40 വട്ടം നാക്കിട്ടടിച്ചവർക്ക് കഴിയില്ല. ഹൃദയത്തിൽ വിശ്വാസം വേണം. മുത്തു റസൂലിനെ മഹബ്ബത്ത് വെക്കണമെങ്കിൽ മുത്തു റസൂലിനോട് മഹബ്ബത്തുണ്ടാകണം, അവിടത്തോട് സ്നേഹമുണ്ടാകണം. അവിടത്തെ മദ്ഹ് പറയണമെങ്കിൽ ആ മഹബ്ബത്തുള്ളവനെ മദ്ഹ് പറയാൻ കഴിയൂ. മറ്റുള്ളവർക്ക് അഭിനയിക്കാം, അവരുടെ കാര്യലാഭത്തിനു വേണ്ടി അഭിനയങ്ങൾ നടത്താം. വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക് മുത്തു റസൂലിന്റെ മദ്ഹ് പറയാൻ കഴിയൂ. ഇതുപോലെ അമ്പിയാക്കൾ ഔലിയാക്കളെ മഹബ്ബത്ത് വെക്കുക, അവരെ മദ്ഹ് പറയുക. അതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ നിദാനം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ ഒക്കെ നമ്മൾ നിർവഹിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ പരിരക്ഷയ്ക്ക് അവിഭാജ്യമായ ഘടകമാണ്. അതേസമയം അതിൻ്റെയൊക്കെ മുകളിൽ ഉന്നതമായതെന്താണ്? മുത്തു റസൂല് പഠിപ്പിച്ചു, അലാ അറിയണേ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. മുത്തു റസൂല് പ്രത്യേകമായ കാര്യം പറയുമ്പോ ഖുർആനിന്റെ ഒരു ശൈലി കണ്ടില്ലേ? അലാ ബിദിക്രില്ല, അലാ ഇന്ന ഔലിയാ അല്ലാഹ്. ഇങ്ങനെ അലാ എന്ന സംബോധന ആ ഒരു പ്രയോഗത്തോടുകൂടി നടത്തും. അത് പ്രത്യേകമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഒരു ആമുഖമാണ്. മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മുത്തു റസൂല് പറയുന്നു, അലാ അറിയണേ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. അള്ളാഹുവിന്റെ ആളുകളായ പ്രത്യേകക്കാരായ ഹദ്റത്തുകൾ, അവരോടുള്ള മഹബ്ബത്ത്, അവരോട് വെക്കുന്ന മഹബ്ബത്ത് ആരോടുള്ള മഹബ്ബത്തായി മാറും? അള്ളാഹുവിനോടുള്ള മഹബ്ബത്തായി മാറും. അങ്ങനത്തെ ഒരു ഹദ്റത്ത് നമുക്ക് ലഭിച്ചു. എന്നിട്ട് ആ ഹദ്റത്തിൽ മഹബ്ബത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ അവൻ ഈമാനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, മുത്തു റസൂലിനെ മഹബ്ബത്ത് വെച്ചാൽ അത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. അതാര് പറഞ്ഞതാ? നമ്മൾ പറയുന്നതല്ല, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്. എന്നെ നിങ്ങൾ മഹബ്ബത്ത് വെച്ചാൽ, സ്നേഹിച്ചാൽ അള്ളാഹുവിനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ വാപ്പാനെ മഹബ്ബത്ത് വെക്കുന്നു, ഉമ്മാനെ മഹബ്ബത്ത് വെക്കുന്നു, ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ മഹബ്ബത്ത് വെക്കുന്നു, അയൽവാസികളെ സ്നേഹിക്കുന്നു. അതൊക്കെ ചെയ്യണമെന്നത് ദീനിന്റെ കൽപ്പനയാണ്, മുത്തു റസൂല് പഠിപ്പിച്ചതാണ്, മശായിഖന്മാര് പ്രായോഗിക തലത്തിൽ കാണിച്ചു തരുന്നതാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്നാൽ അത് ആ കൽപ്പന നിർവഹിക്കലാണ്. അതേസമയം വാപ്പാനെ മഹബ്ബത്ത് വെച്ചാൽ ആ മഹബ്ബത്ത് അള്ളാഹുള്ള മഹബ്ബത്താകൂല, അത് വാപ്പാടുള്ള മഹബ്ബത്ത്. ഉമ്മയെ മഹബ്ബത്ത് വെച്ചാൽ അത് ഉമ്മയോടുള്ള മഹബ്ബത്ത്. അത് മുത്തു റസൂല് പറഞ്ഞതാ, മശായിഖന്മാര് പഠിപ്പിച്ചതാ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതേസമയം റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചാലോ, മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്, അത് അള്ളാഹുള്ള മഹബ്ബത്താവുകയാണ്. അത് റസൂലുള്ളാഹി പറയാണ് സഹാബത്തിനോട്, പ്രിയപ്പെട്ട സഹാബ, എന്റെ റബ്ബിനോട് ഞാൻ നേരിട്ട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചു. നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ ഈ ആലമു ദുനിയയിൽ, ഈ ഭൗമലോകത്ത് അവസരമില്ല. പിന്നെ ആ മഹബ്ബത്ത് നിങ്ങൾ എവിടെയാ പ്രകടിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രത്യേക ഖലീഫയായി നിങ്ങളിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നവരാണ് ഞാൻ. അപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് അല്ലാഹ് മാത്രമാണ്. അതേസമയം അള്ളാഹ് പറഞ്ഞയച്ച ഖലീഫയാണ് മുത്തു റസൂൽ. ആ റസൂലിനെ മഹബ്ബത്ത് വെച്ചാൽ അള്ളാഹ് പറഞ്ഞയച്ചിരിക്കുന്ന പ്രത്യേകക്കാരായ അള്ളാഹുവിന്റെ പ്രതിനിധിയോട് വെക്കുന്ന മഹബ്ബത്ത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്. ഹദീസാണ്, നമ്മളെ വകല്ല, പോക്കറ്റിൽ നിർത്തിട്ടുള്ള പരിപാടിയല്ല. മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ് വമൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടവനാണ്.
അപ്പൊ അങ്ങനത്തെ ഒരു ഹളറത്ത് കിട്ടി അവിടെ മഹബത്ത് പ്രകടിപ്പിക്കാതിരുന്നാലോ അവൻ ഈമാനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞമ്മക്ക് മഹബത്ത് പ്രകടിപ്പിക്കാൻ ഇപ്പൊ എന്താ വഴി ഉസ്താദേ? റസൂലുള്ളാടെ കാലത്ത് നമ്മളില്ലല്ലോ. അത് റസൂലുള്ള തന്നെ പറഞ്ഞു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയുടെ വരവില്ല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ പറയുന്നത് കാണാം, അതിന്റെ തുടർച്ചയാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി നബിയില്ല. ഇനി ആരാ വരാനുള്ളത്? വസയകൂനു ഖുലഫാ, എന്റെ ഖലീഫമാർ, എന്റെ പ്രതിനിധികൾ വരുന്നുണ്ട്. അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? ഫഹും യക്ഫുറൂൻ, അവർ അനവധിയാണ്, നിരവധിയാണ്, എമ്പാടുമുണ്ട്, ധാരാളമുണ്ട്. അപ്പൊ അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? എന്റെ സഹാബത്ത് എന്നോട് എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ നിലപാട് നിങ്ങൾ അവരോട് സ്വീകരിക്കണം. അങ്ങനെ കടന്നു വന്നവരാണ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദുൽ കബീർ റിഫായി, അഹ്മദുൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അബുൽ ഹസൻ ശാദുലി, ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി, മഹാനരായ ഖുതുബുൽ മജീദ് ഷാഹുൽ ഹമീദ് മീറാൻ അബ്ദുൽ ഖാദിർ നാഹൂരി, മൗലദ് ദവീല ഖുതുബുസ് സമാന സയ്യിദ് അലവി അൽ ബംബുറമി, شيخ المشايخ رئيس المحبوبين سلطان الأولياء قطب العالم شيخنا مدوري ولي الله وടകര മുഹമ്മദ് ഹാജി قدس الله أسرارهم ونفعنا ببركاتهم آمين. ഞാൻ ഈ പേര് പറയപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാർ, ഖദമുർ റസൂലിൽ കടന്നു വന്ന പ്രത്യേകക്കാരായ മശായിഖന്മാർ, അവരാണ് റസൂലുള്ള പറഞ്ഞ ഫസയകൂനു ഖുലഫാ, ആ ഖലീഫമാരോട് നിങ്ങൾ മഹബ്ബത്ത് പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിച്ചാലോ ആ മഹബ്ബത്ത് ആരോടുള്ള മഹബ്ബത്താണ്? അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ് ആ മഹബ്ബത്ത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ. ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഫഫീ റിളാഹു റിളൽ ബാരി വതാഅതുഹു, നമുക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താ? ഫഫീ റിളാഹു റിളൽ ബാരി വതാഅതുഹു. നമ്മുടെ മുമ്പിലേക്ക് ഒരു ഹളറത്തിനെ കിട്ടി, മടവൂരി ശൈഖുന, വടകര ഓറ്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മശായിഖന്മാർ, അവരെ നമുക്ക് കിട്ടിയാൽ അത് അല്ലാഹു നമ്മിലേക്ക് പ്രത്യേകമായി കനിഞ്ഞരുളിയ വരദാനങ്ങളാണ് ആ മഹാന്മാർ. റസൂലിന്റെ റസൂലുകളാണവർ. അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുടെ തൃപ്തി. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അള്ളാഹുടെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പടച്ചോനെ ജിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് സംവിധാനമല്ല. പിന്നെ നമ്മളെ മുമ്പിലുള്ള മാർഗം എന്താ? അള്ളാഹ് പറഞ്ഞയച്ച ആള് നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അള്ളാഹ് തൃപ്തിപ്പെട്ടു. എന്താ തെളിവ്? ഖുർആന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച അസ്ഹാബ് റസൂലുള്ളാഹി, സഹാബത്ത് സ്നേഹിച്ചു. ആ പ്രിയപ്പെട്ട സഹാബത്തിനെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടായി, പെരുത്തിഷ്ടായി. റസൂലുള്ളാഹി അവരെ തൃപ്തിപ്പെട്ടു. റസൂലുള്ള അവരെ തൃപ്തിപ്പെട്ടപ്പോൾ അല്ലാഹ് പറയാ, റസൂല് തൃപ്തിപ്പെട്ടാൽ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. റസൂലുള്ള ഒരാളെ തൃപ്തിപ്പെട്ടാൽ പിന്നെ അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടു. അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും പരസ്പരം തൃപ്തിപ്പെട്ടവരാണ്. കണ്ടോ നിങ്ങള്? അപ്പൊ അല്ലാഹ് പറഞ്ഞയച്ച ആളുടെ തൃപ്തിയിലാണ് അല്ലാഹുടെ തൃപ്തി. ഫഫീ റിളാഹു റിളൽ ബാരി വതാഅതുഹു. ഇതാണ് ഇവിടുത്തെ പാരമ്പര്യം. നമ്മളവിടെ ഈ മജ്ലിസിൽ നല്ല കാരണവന്മാർ അല്ലാഹുവർക്കൊക്കെ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ കാരണവന്മാരുള്ള നാട് എന്നൊക്കെ പറഞ്ഞ ഒരു ബർക്കത്താണ്. അവർക്ക് ആ ദീനിനോടും മശായിഖന്മാരോടും ഔലിയാക്കളോടൊക്കെ ഉള്ള ആ വലിയ അഭേദ്യമായ ബന്ധം, ആ സ്നേഹം, വീടുകളിൽ അത് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ അതിങ്ങനെ ഉണ്ടാവണം. അപ്പൊ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടെയൊക്കെ നാടുകൾ. അള്ളാഹു അതിൽ നിന്ന് ഒരു വ്യതിയാനവും വരാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഔലിയാക്കളെ സ്നേഹിക്കുക. പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ എന്താ ഔലിയാക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഖുർആൻ ഓതും ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, അതൊക്കെ അങ്ങനെ ഓതും. അത് കഴിഞ്ഞതിന് ശേഷം മങ്കൂസ് മൗലിദിലെ വരികള്, മുത്തു റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത്, ദിക്ർ, ബദറുമാല, റിഫായിമാല, മുഹിയുദ്ദീൻ മാല അങ്ങനെ ചൊല്ലും. ബദരീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും. കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോഴടക്കം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമമാര് ബദരീങ്ങളെ കുറിച്ച് പാടിക്കൊടുക്കും. അത് നമ്മളെ ചെറിയ മക്കൾ കേൾക്കും.
ഇന്നപ്പോൾ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താ? ഔലിയാക്കളോടുള്ള സ്നേഹമൊന്നും വേണ്ട. ഇപ്പം എന്താ? ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയെ സ്നേഹിച്ചാൽ മതി, സംഘടനാ നേതാക്കന്മാരെ സ്നേഹിച്ചാൽ മതി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ കേൾക്കുന്ന കാരണവന്മാരെ, വിനയത്തോടെ ഞങ്ങൾ പറയുന്നു, സംഘടനാ നേതാക്കന്മാരെ സ്നേഹിച്ച ആ ഒരു സ്നേഹവും സംഘടനയെ സ്നേഹിച്ച നമ്മളെ ജീവിതത്തിന്റെ മുഴുവൻ അവസരങ്ങളും, നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എനർജിയും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. അത് വലിയ സംഭവമാണ്. അള്ളാഹുടെ ദീനിലുള്ള സഹായ എവിടുന്ന് അത് കിട്ടിയത്? തരക്കേടില്ലെന്ന അള്ളാഹുടെ ദീന് കൈകാര്യം ചെയ്യുന്ന ടീമാണെങ്കിൽ ഇവിടെ എവിടെ ദീന്? ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരാം. എന്നിട്ട് സംഘടനയെ സ്നേഹിച്ചാൽ മതി, സംഘടനാ നേതാക്കന്മാരെ സ്നേഹിച്ചാൽ മതി. അത് അവരോടുള്ള സ്നേഹാവൂ. സംഘടനയെ സ്നേഹിച്ചാൽ, സംഘടനാ നേതാക്കളെ സ്നേഹിച്ചാൽ, ഏത് മൊയ്ലിയരെ സ്നേഹിച്ചാലും ഏത് നേതാവിനെ സ്നേഹിച്ചാലും അത് അല്ലാഹുവിന്റെ ഔലിയാക്കളോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്താവുകയില്ല, അമ്പിയാക്കളോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്താവുകയില്ല, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്താവുകയില്ല, ദീനിനോടുള്ള സ്നേഹമാവുകയില്ല. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സംഘടനയെ സ്നേഹിച്ചാൽ, സംഘടനാ നേതാക്കളെ സ്നേഹിച്ചാൽ അത് അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള സ്നേഹമാകൂല. അതാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പ് എടുത്താൽ മതി സംഘടനയിൽ, എന്നാലോ പിന്നെ ഔലിയാക്കളെ സ്ഥാനത്താണ് നമ്മളെ സംഘടന. ശൂറയാണ് നമ്മളെ സംഘടനയാണ്, പിന്നെ നമ്മളെ ശൈഖ്. ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഔലിയാക്കളോടുള്ള സ്നേഹം വഴിതിരിച്ചു വിടുകയാണ്. എത്രത്തോളം നോക്കുങ്ങട് മടവൂര് ശൈഖുനാടെ മദ്ഹ് പറയാൻ വേണ്ടി മജ്ലിസ് സംഘടിപ്പിക്കുക, എന്നിട്ട് അവിടെ മടവൂര് ശൈഖുനാടെ മഹത്വം പറയുന്നതിന് പകരം, ഔലിയാക്കളെ മഹത്വം പറയുന്നതിന് പകരം നിന്ദിക്കുക. വേദനയോടെ പറയട്ടെ കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാഹു നമുക്ക് എത്രയാണ് ആയുസ് കണക്കാക്കിയത് എന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ ഈ തിരുവള്ളൂരിൽ വന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സമീപകാലത്തായി അദ്ദേഹത്തിൽ നിന്ന് വിഷലിപ്തമായ അഹ്ലുസുന്നക്കെതിരായ ആശയങ്ങൾ ഒന്നല്ല രണ്ടല്ല അനവധി നിരവധി നിരന്തരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനരായ ഖാജാ തങ്ങളെ കുറിച്ച് വളരെ മോശമായ പരാമർശം അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഔലിയാക്കളോടുള്ള ഇസ്തിഗാസക്ക് വിരുദ്ധമായ പരാമർശം ഈ തിരുവള്ളൂരിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ഈ പറയപ്പെട്ട കക്ഷി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ പറയില്ല. മഗ്രിബ് നിസ്കാര ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കത് വിശദീകരിച്ചു തരും. എത്രമാത്രം അബദ്ധത്തിലേക്കാണ് അയാൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടത്തെ വഹാബി, മൗദൂദി, തബ്ലീഗ് പിഴച്ച കക്ഷികൾ, ഇവരൊക്കെ പിഴച്ചത് എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങളെ തരം താഴ്ത്തി. നമ്മളെ കേരളത്തിൽ വഹാബി വന്നിട്ട് ചെയ്ത പണി എന്താ? മുഹിയുദ്ദീൻ മാലയെ വിമർശിച്ചു. മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു വട്ടം വിളിച്ചാൽ അവൻ 4 വട്ടം കാഫറാണ്. കുതുബിയത്തിൽ നമ്മൾ എത്ര വട്ടം വിളിക്കും? 1000 വട്ടം വിളിക്കും. 1000 × 4 = 4000. ഒരു കുതുബിയത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ 4000 വട്ടം കാഫറാ, കാഫർ എന്നിട്ട് ഇങ്ങനെ പോവാ. ഇത് മുജാഹിദ് എഴുതി വെച്ചതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഔലിയാക്കളോടുള്ള വിരോധം. മമ്പുറം തങ്ങൾ കിടത്തിയിട്ടിരിക്കുന്ന വിഗ്രഹമാണ് എന്ന് പരസ്യമായി ഇവിടെ പ്രസംഗിച്ചു. മടവൂരി ശൈഖുനയ അവരെ സംബന്ധിച്ചു പറഞ്ഞു മാനസിക രോഗിയാണ്. മുജാഹിദ് പ്രസംഗിച്ചതാ. എന്നാൽ ഇതേ വഴിയിൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പേര് പരാമർശിച്ച മുസ്ലിയാര് സഖാഫി തലപ്പാവും ധരിച്ച് സുന്നി വേഷത്തിൽ വന്നിട്ട് പറയുന്നു മടവൂരിനങ്ങോട്ട് പൊക്കിയിട്ട്. ഇതൊരു സുന്നിക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പൊക്കിയാ പൊങ്ങുന്നതാണോ മടവൂർ ശൈഖുന? അത് അല്ലാഹു ഉയർത്തിയതല്ലേ. വറഫഅനാ ലക ദിക്റക. ഈ ആയത്തിന്റെ വ്യാപ്തിയിൽ മുത്തു റസൂൽ മാത്രമല്ല, അവിടുത്തെ ഖദമിൽ കടന്നു വരുന്ന ഉന്നതാധികാരികളായ മശായിഖന്മാരും ഉൾപ്പെടുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? നമ്മൾ ഉയർത്തുന്നതാണോ മടവൂർ ശൈഖുനായെ? അപ്പൊ ശൈഖുനായെ നിന്ദിക്കുക, മടവൂർ ശൈഖുനാടെ മഹത്വം പറയുന്നില്ല, ഖുതുബുൽ ആലം എന്ന് പറയാൻ പാടില്ല. ശൈഖുന പറഞ്ഞ അന മുദബ്ബിറുൽ ആലം എന്നത് പറഞ്ഞാൽ അത് തൗഹീദിനെതിരാണ്. ഇതാരാ പറയുന്നത്? മുജാഹിദ് പറയണിച്ച് കുഴപ്പമില്ലാന്ന്. മേപ്പരല്ലാത്തവനക്ക് തീപ്പരി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈമാനില്ലാത്ത മുജാഹിദിന് പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇത് സുന്നിയുടെ വേഷം കെട്ടി വന്നിട്ട് ആളുകളെ കബളിപ്പിക്കുക. ഇത് അബദ്ധമല്ലേ, ധിക്കാരമല്ലേ? ഇത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ദീനല്ല. മടവൂർ ശൈഖുനയുടെ കറാമത്ത്, ആ കറാമത്ത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കറാമത്ത് മാത്രമേ പറയാൻ പറ്റൂ. ഇയാളെ വാദ ഇനിയൊരു കറാമത്ത് ഒരാൾ പറഞ്ഞത് അംഗീകരിക്കണമെങ്കിൽ ആ പറയുന്ന ആൾ ആരായിരിക്കണം? മൗസൂഖും ബിഹിയായ ഇമാമായിരിക്കണം. നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞില്ലേ, ഇതൊന്നും ഇവർക്ക് ബാധകല്ല. ഇവരെ സിറാജുൽ ഹുദയിൽ സുബ്ഹാനല്ലാഹ് പ്രസവിക്കാത്ത പെണ്ണിനെ പ്രസവിപ്പിക്കാൻ 500 രൂപ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ പെണ്ണിന് 250 കൊടുത്തപ്പോ അതാ പ്രസവിച്ചു പുറത്തേക്ക്. പ്രസവം മാത്രല്ല, ഒരു എയർപിന്നിന്റെ കറാമത്ത് കേട്ടിരുന്നില്ല നിങ്ങള്? എയർപിന്ന് കറാമത്ത്. ഒരു എയർപിന്ന് ഒരു പെൺകുട്ടി വിഴുങ്ങി, എന്നിട്ടോ അങ്ങനെ ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചു. അപ്പോഴാണ് ഇയാൾ പറയുന്ന, ഇയാളുടെ ഈ ഗൈനോക്കോളജിസ്റ്റ് കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന കുറ്റ്യാടി സിറാജുദുണ്ടല്ലോ, അതിലേക്ക് ഒരു 500 രൂപ നേർച്ചയാക്കി. 500 രൂപ നേർച്ചയാക്കിയപ്പോ ഈ വയറ്റിലുള്ള എയർപിൻ ഇങ്ങനെ കയറി 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 വന്ന് തൊള്ളയിൽ കൂടെ ഒറ്റച്ചാട്ടം. സുബ്ഹാനല്ലാഹ്, ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? മുജാഹിദ് മൗലവിമാര് ചോദിക്കുക, 500 രൂപ നേർച്ചയാക്കി വെക്കുമ്പോ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതാ വരുന്നു പിന്നെ. ഒരു ആചാര്യ അമ്മനോട് പറഞ്ഞ്, പൊന്നാര ഉസ്താദെ പടച്ചോൻ കാത്ത് 5000 നേർച്ചയാക്കിയെങ്കിൽ കൊടലടക്കം പുറത്തേക്ക് പോന്നിരുന്നു. നോക്കുമ്പോ എന്താ, ഈ കറാമത്ത് ഇയാള് കട്ടെടുത്തതാ. സ്വർണം കവർച്ച നടത്തിയിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. ഇതെന്താ? കറാമത്ത് കവർച്ച, കുറ്റ്യാടിക്കാരൻ മൗലവി പിടിയിൽ. പേരോട് കറാമത്ത് മോഷ്ടിച്ചതാ. ആരെ കറാമത്താ മോഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളുപ്പാപ്പ. അവരെ മശായിഖന്മാരെ വഴിയിൽ സഞ്ചരിച്ച് അവർക്ക് കിട്ടിയ ഉന്നതമായ അവസ്ഥ, അവർക്കുണ്ടായ ഒരു കറാമത്ത് അവരുടെ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഇയാള് കട്ടെടുത്തു. നമ്മള് കയ്യോടെ പിടികൂടി. നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അപ്പൊ ഇവർക്ക് മൗസൂഖും ബിഹിയായ ഇമാമു വേണ്ട, എന്നിട്ട് ആലിയാജിനെ ഹാജരാക്കുക. ആലിയാജി മൗസൂഖും ബിഹിയായ ഇമാമ. അപ്പൊ മടവൂരി ശൈഖുനയുടെ കറാമത്ത് പറയണമെങ്കിൽ മൗസൂഖും ബിഹിയായ ഇമാമു വേണം. എന്തൊക്കെ അവസ്ഥകളാ സുബ്ഹാന ജല്ല ജലാലു. ഇത് നമ്മൾ പറയുമ്പോ നമ്മളെ എതിർക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ചാനൽ എന്താ മൂപ്പര് നടത്തിയത്? മടവൂർ ശൈഖുനയുമായി അനുഭവമുള്ള ആളുകളുടെ അടുത്ത് പോകും. അത് ആദ്യം അവർക്ക് വിളിച്ചു ചോദിക്കും, നിങ്ങൾ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള ആളാണോ? ആളാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ശൈഖുനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സമൂഹത്തിലേക്ക്, വരും തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടി അത് ആധുനിക സംവിധാനം ഉപയോഗിച്ച് വീഡിയോ ക്യാമറയിൽ നിങ്ങൾ പറയുന്നത് അതേ പ്രകാരം പകർത്തുക. ഈ പോകുന്ന കാഫിലയുടെ ഉത്തരവാദിത്തപ്പെട്ട സിറാജുൽ ലത്തീഫി ഉസ്താദ് മൂപ്പര വകയായിട്ടൊന്നും പറയണില്ല. പിന്നെന്താ ചെയ്യണത്? അനുഭവസ്ഥരുടെ അനുഭവം അത് ശേഖരിക്കുക, എന്നിട്ട് മാലോകർക്ക് മുമ്പിൽ അത് കേൾപ്പിച്ചു കൊടുക്കുക. ഇതല്ലേ ചെയ്യണുള്ളൂ? ഇത് ഇന്ത്യ രാജ്യത്ത് അനുവദിക്കപ്പെട്ട വിഷയല്ലേ? ഇസ്ലാം അനുവദിച്ച കാര്യല്ലേ? എന്നല്ല. ഇങ്ങനെയുള്ള ഔലിയാക്കളുടെ, മഹാന്മാരുടെ കഥകളും കറാമത്തുകളും മഹത്വങ്ങളും വരും തലമുറയിലേക്ക് കൈമാറുമ്പോ അവരുടെ ഈമാനിന് കരുത്തു പകരുകയല്ലേ ഉണ്ടാകുന്നത്? അല്ലേ? ഇത് ചെയ്യുന്ന ഒരു ഉസ്താദ് മൂപ്പരെന്താ ചെയ്യല്? വിളിക്കും. നിങ്ങൾ മടവൂരി ശൈഖുനായിട്ട് ബന്ധമുള്ള ആളാണെന്ന് അറിവില് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചു. നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. നിങ്ങളുടെ അനുഭവം വന്നാൽ നിങ്ങളൊന്ന് പങ്കുവെക്കുവോ? വെക്കാം. എപ്പോഴാ ഞാൻ വരേണ്ടത്? ഇന്ന സമയത്ത്. അനുവാദം ചോദിച്ച് സമ്മതത്തോടുകൂടി അദ്ദേഹം പോകുന്നു. എന്നിട്ട് അദ്ദേഹം ആധുനിക സംവിധാനം ഉപയോഗിച്ച് അതൊക്കെ കൃത്യമായി ശേഖരിക്കുന്നു. അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ മടവൂര് ശൈഖുന അപ്പൊ ഇവർക്കാകുള്ള പ്രശ്നം എന്താ? കാഫില ഉസ്താദിന്റെ ഭാര്യ, ഒരു സഹോദരി, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മടവൂർ ശൈഖുനയുടെ നോട്ടത്തിൽ, അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരുടെ മദദിൽ അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ബർസഖിയായ ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷകരമാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബിന്റെ ഖലാ, പ്രസവാനന്തരം അവർക്ക് മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചപ്പോ ഈ കാന്തപുരം വിഭാഗം സമസ്ത എന്ന് പറയുന്ന ആളുകൾ പുറത്തിറങ്ങിയിട്ട് അവരോ മാനവികതയുടെ മകുടോദാഹരണങ്ങളാ. യാത്രയൊക്കെ അങ്ങനെ നടത്തില്ലേ? മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ,
പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ട് ആൾക്കാരെ ഹരം കൊള്ളിച്ചിട്ട് യാത്ര നടത്തുക. ഇവര് പൂത്തുലയാണോ പൂത്തൊലയാണോ? ഇപ്പോ തൊലക്കല്ലേ ഇവര്? എന്ത് മാനവികതയാണോ നിങ്ങൾക്ക്? ഒരു മനുഷ്യന്റെ ഭാര്യ മരിക്കുമ്പോ ആ അവസ്ഥ എന്താണ്? ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്? ഇവിടെ കോൺഗ്രസ്സുകാരില്ലേ, കമ്മ്യൂണിസ്റ്റുകാരില്ലേ, മുസ്ലിം ലീഗുകാരില്ലേ, PDPക്കാരില്ലേ, BJPക്കാരില്ലേ, പറയാൻ വിട്ടുപോയ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ, വിവിധ മതസംഘടനക്കാരില്ലേ, സാംസ്കാരിക സംഘടനക്കാരില്ലേ, സംഘടനകളിൽ തന്നെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഇല്ലേ? അവരൊക്കെ കുടുംബങ്ങളിൽ മരണം സംഭവിക്കാറില്ലേ? മരണം സംഭവിച്ചാൽ എതിരാളികളായ പ്രതിപക്ഷത്തുള്ള ടീം, കോൺഗ്രസ്സുകാരന്റെ ഭാര്യ മരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗപ്പെടുത്തല? രാഷ്ട്രീയക്കാര് പോലും ചെയ്യാത്ത, യുക്തിവാദികൾ പോലും ചെയ്യാത്ത, നിരീശ്വരവാദികൾ പോലും ചെയ്യാത്ത ഏറ്റവും തരം താഴ്ന്ന ഏർപ്പാട് ഇത് ചെയ്യുന്നവരാണ് കാന്തപുരം സമസ്തയുടെ സൈബർ ഗുണ്ടകൾ, സംഘടനാ ഗുണ്ടായി സംഘടിക്കുന്നു. ആ മനുഷ്യന്റെ ഭാര്യ മരിച്ചപ്പോ അയാളോടുള്ള വിരോധം, അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല മാലോകരെ. ഏതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നു. അന്വേഷണങ്ങൾ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. നമ്മൾ അതല്ല പറയുന്നത്. മതപരമായി അദ്ദേഹം മടവൂർ ശൈഖുനയുടെ കറാമത്തുകൾ ശേഖരിച്ചത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇത് തെറ്റാണോ? അതിന്റെ പേരിൽ ആ മനുഷ്യനെ വേട്ടയാടി. അദ്ദേഹത്തിന് ഏതൊക്കെ രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാക്കി എന്ന് പറയോ? ഒരു കാലത്ത് ഇവരെ സംഘടന നന്നായി അത് ഉപയോഗപ്പെടുത്തിയത് ആ സംവിധാനം. എത്രയോ പ്രേക്ഷകരുള്ള ചാനലാണത്, എത്രയോ കാഴ്ചക്കാര് ഉള്ള ചാനലാണത്. അത് ഈ AP വിഭാഗം നന്നായി ഉപയോഗപ്പെടുത്തി. എത്രത്തോളം? ഞങ്ങളിത് ഉള്ളതുപോലെ പറയാണ്, ആർക്കും വിഷമൊന്നും തോന്നണ്ട. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരെ ആ ചാനലിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ആളുകൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ചാനൽ ഇന്നും നിങ്ങൾക്ക് കാണാൻ പരിശോധിച്ചാൽ. എന്നിട്ട് വേണ്ടുവോളം അയാൾ ഉപയോഗപ്പെടുത്തി. തെക്കൻ ജില്ലയിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. എരിപരി കൊള്ളുന്ന അറേബ്യയുടെ മണലിൽ അദ്ദേഹം പിരിവെടുത്തു കൊണ്ടുവന്ന് എന്നിട്ട് സ്ഥാപനത്തിന് സംഖ്യകൾ കൊടുത്തു. സംഘടനാപരമായി അദ്ദേഹത്തിന്റെ കഴിവുകളും ഊർജങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തി. പിന്നെ മടവൂർ ശൈഖുനയുടെ മഹത്വം പറഞ്ഞ് ജനങ്ങളൊക്കെ മടവൂർ കാഫിലെ ഏറ്റെടുത്തു, ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. കാരണം ഇതാരാ മുതല്? അല്ലാഹു ഈ ഉമ്മത്തിന് കനിഞ്ഞരളിയ, കേരളക്കാർക്ക് കനിഞ്ഞരളിയ ശൈഖുൽ മശായിഖായ ശൈഖുന മടവൂർ. കിടന്ന കിടത്തത്തിൽ ഒരൊറ്റ ദിവസം തന്നെ നൂറുകണക്കിന് കറാമത്തുകൾ ഒന്നിന്റെ പുറകിൽ ഒന്നായി കറാമത്തുകളുടെ കലവറയില്ലാത്ത അവസരം സൃഷ്ടിച്ച മഹാനരായ ശൈഖുന മടവൂർ. നീറുന്ന നൂറ് പ്രശ്നങ്ങൾ ശൈഖുനായുടെ ഹളറത്തിൽ ചെല്ലുമ്പോ ശൈഖുന അവിടത്തെ ഒരു വാക്കുകൊണ്ട് അതിന് പരിഹാരം നൽകുകയാ. അനുഭവിച്ചവരാ കേരളക്കാർ. അത് സമൂഹത്തിൽ എത്തിച്ചു. സമാനതകളില്ലാത്ത മശായിഖന്മാരുടെ ചക്രവർത്തിയായി വാണു മഹാനരായ ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയാ ശൈഖുന മടവൂർ. അത് ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ എല്ലാവരും മടവൂരിലേക്ക് ഒഴുകി. എന്ത് വിഷയം വരുമ്പോഴും മടവൂർ ശൈഖുനയുടെ പേരിൽ മദ്ഹ് ചൊല്ലാൻ തുടങ്ങി, ശൈഖുനയുടെ പേരിൽ നേർച്ചയാക്കാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ കുറ്റ്യാടി സിറാജുദ്ദീനിലേക്കുള്ള വരവ് നിന്നു, ഇവരെ സ്ഥാപനത്തിലേക്കുള്ള വരവ് നിന്നു, ഇവിടെ മുട്ടിപ്പടി സലാത്തിലേക്കുള്ള വരവ് നിന്നു, സംഭാവന കൊടുക്കൽ നിന്നു. കാരണം ഇവര് കള്ളത്തരം പ്രചരിപ്പിക്കുക. ഇവരിങ്ങനെ വലിയ ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. ജനങ്ങളെ തിരിച്ചറിഞ്ഞു. ഇവരെ മർക്കസിൽ നടക്കുന്ന അഹ്ദലിയ ദിക്ർ ഹൽക്കയിലേക്കുള്ള സംഭാവനകൾ നിന്നു, ഇവരെ സ്ഥാപനത്തിലേക്ക് കിട്ടുന്ന പിരിവ് നിന്നു. എന്തുകൊണ്ട്? മടവൂർ ശൈഖുനയുടെ മഹത്വം. അത് മടവൂർ കാഫിലക്ക് നേർച്ചാക്കിയിട്ടല്ല, പിന്നെ മടവൂർ ശൈഖുനയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ശൈഖുനയുടെ പേരിൽ വീട്ടുകളിൽ ഒരുമിച്ചുകൂടി ദിക്റുകളും മൗലിദുകളും മാലകളും ചൊല്ലി കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി മടവൂർ ശൈഖുനയുടെ ഹദറത്തിലേക്ക് എല്ലാ ആഴ്ചയും ഇടതടവില്ലാതെ ആളുകൾ ചെന്നിട്ട് സങ്കടം പറയാൻ തുടങ്ങി, പരിഹാരം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ ആപ്പീസ് പൂട്ടുമെന്ന് കണ്ടപ്പോ, ഇവന്മാരുടെയൊക്കെ വായിലും മാറാല കെട്ടുമെന്ന് കണ്ടപ്പോ, ഈ സംഘടന ഫാസിസം ചെയ്ത
കടുത്ത വൃത്തികെട്ട പരന്താഴ്ന്ന ഏർപ്പാട്. മടവൂർ കാഫില ആ സംവിധാനം അവസാനിപ്പിക്കണം. ലത്തീഫി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇങ്ങനെ ഈ ക്യാമറയിട്ട് നടന്നിട്ടുള്ള ഈ റെക്കോർഡിംഗ് ഒക്കെ നിർത്തണം. അപ്പൊ അയാള് പറഞ്ഞു, എങ്ങനെ നിർത്തല്? ഇത് ശൈഖുനാടെ മദ്ഹല്ലേ പറയണത്, അതൊന്നും പറ്റൂല, സംഘടന തീരുമാനിച്ചതാ. അപ്പൊ തെക്കൻ കേരളത്തിലുണ്ട് ഒരു മാദിഹുർ റസൂലിന്റെ പ്രഭാഷകൻ, തേങ്ങാക്കൊലയാണ്. ഓൻ പറയാ, ഫാറൂഖ് നഈമി മടവൂർ കാഫിലയുടെ ഉസ്താദിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിർത്തണം, നിർത്തിയില്ലെങ്കിൽ പൊതുവേദിയിൽ പരസ്യമായി ഞങ്ങൾ പറയും, നിങ്ങളുമായിട്ട് സഹകരിക്കാൻ പാടില്ല. എന്നിട്ട് ഓന്റെ ഒരു നിർദ്ദേശം, നഈമിയുടെ ഒരു നിർദ്ദേശം, ഇവിടെ കാലഘട്ടത്തിൽ അശ്അരി ഉണ്ട്. എവിടെ? കുറ്റ്യാടിയിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കാലഘട്ടത്തിൽ ആശാരിയാണ്, അശ്ശരിയല്ല. കാലഘട്ടത്തിൽ അശ്ശരി ഉണ്ട്. ഇത്ര ആര്? ഈ റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് എന്ന് വാദിച്ച ഈ നിഴൽവാദിയായ പേരോട്ടുകാരൻ, ഓൻ അശ്ശരിയോ? അതുകൊണ്ട് വരും ആഖിറത്തിലേക്ക് നഈമി ഉണ്ടാവും, അശ്ശരി ഇമാമും ഉണ്ടാവും, ഈ നിഴൽവാദി ഉണ്ടാവും. അന്റെ മണ്ടക്ക് മുണ്ടവടി കൊണ്ട് കൊട്ടിട്ടും. നഈമി ശ്രദ്ധിച്ചോളേണ്ടി. ഞങ്ങൾ അശ്ശരി ഇമാമിനെ ആരോടാ ഈ ഉപമിച്ചത്? ഈ നിഴൽവാദിയോടോ? എന്നിട്ട് ആ അശ്ശരിനെ കേൾപ്പിക്കണം. എന്നിട്ട് മൂപ്പരുടെ ഭാഗത്ത് നിന്ന് കയ്യൊപ്പ് കിട്ടണം. നിങ്ങൾ ആരാടാ പെർമാണിമാരുടെ? ഇതെന്താ താലിബാനോ? ഇതെന്താ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇവിടെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഔലിയാക്കളെ മഹത്വം പറയാൻ അതിനെന്തിനാ നിങ്ങളെ അവസാനം? അതൊന്നും നടക്കൂല ചങ്ങായിമാരെ. എന്നിട്ട് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തി. അയാൾക്ക് ആലപ്പുഴ ജില്ലയിൽ അയാൾക്ക് സ്വന്തം വീടുണ്ട്, സ്ഥലമുണ്ട്. അവിടെയൊന്നും അയാളെ നിർത്താത്ത രൂപത്തിൽ സംഘടനാ ഫാസിസം കളിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി. അയാൾക്ക് കിട്ടാവുന്ന ഈ അനുഭവം പങ്കുവെക്കുന്ന ആളുകൾക്കൊക്കെ ഇവരുടെ സംഘടനാ ചാനൽ ഉപയോഗിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവർക്ക് അനുഭവം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അയാൾ ആരൊക്കെ മടവൂര് ശൈഖുനയെ മഹബത്ത് വെച്ച് അയാളോട് സഹകരിക്കുന്നവരുണ്ടോ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി, അയാളെ ഒറ്റപ്പെടുത്തി. അപ്പൊ അയാൾക്ക് പിന്നെ രക്ഷയില്ല. അയാൾ മലപ്പുറം ജില്ലയിലേക്ക് താമസം മാറ്റി. ചോദിക്കുന്നുണ്ട് ഒരുത്തൻ, എന്തിനാ മൂപ്പര് മലപ്പുറം ജില്ലയിലേക്ക് താമസം മാറ്റിയത്? ആര് ചോദിക്കുന്നു? 15 വെച്ചു കൊടുക്ക. ചോദിക്കുന്നുണ്ട്, എന്താ? ഒരു വാളക്കുളത്തുകാരൻ മൗലവി ഉണ്ട്, ഇവരുടെ AP വിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാ. അയാൾ ചോദിക്കുക, അന്വേഷണത്തിന് ഉത്തരവിടണം, ആലപ്പുഴ ജില്ലക്കാരൻ എങ്ങനെ ഇവിടെ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പടിയിലെത്തി, ചട്ടിപ്പറമ്പിലെത്തി. അയാൾ പറയുന്നത് കേട്ടു. 15. എന്തിനാണ് ഇദ്ദേഹം ചട്ടിപ്പറമ്പിൽ വന്നത്? ആലപ്പുഴക്കാരനായി മൗലവി എന്തിന് ചട്ടിപ്പറമ്പിൽ വന്നു? അന്വേഷിക്കേണ്ടതില്ലേ? എന്തിനാ വന്നതെന്നാ ഞങ്ങൾ പറഞ്ഞത്? നിങ്ങളെ സംഘടനാ ഫാസിസം ഭയപ്പെട്ടിട്ട്, നിങ്ങളെ സംഘടനാ ഫാസിസത്തിന്റെ ഗുണ്ടായിസം ഭീഷണി, ആ ഭീഷണി ഭയപ്പെട്ടിട്ട് അയാൾക്ക് സുരക്ഷിതമല്ല ആലപ്പുഴയിലുള്ള താമസം എന്ന് കണ്ടപ്പോ അയാൾ ചട്ടിപ്പറമ്പിലേക്ക് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഗുണ്ടായിസം കളിക്കുക, എന്തൊക്കെ തോന്നിവാസം അവർ കാണിച്ചത്. ഇതെന്താ താലിബാനാണോ? നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും തരം താഴ്ന്നൊരു സംഘടന, ഇത്രയും മതപ്പതിച്ചൊരു ടീം. എടോ, ആശയത്തെ ആശയപരമായി നേരിടണ്ടേ? ആദർശത്തെ ആദർശപരമായി നേരിടണ്ടേ? ഞങ്ങൾ പൊതുജന മധ്യത്തിൽ പരസ്യമായി പൊതു സ്റ്റേജിൽ നിന്നുകൊണ്ട് മാലോകരെ കേൾപ്പിച്ചുകൊണ്ടാ പറയുന്നത്, മടവൂർ ശൈഖുന ഖുതുബുൽ ആലമാണ്. ശൈഖുന പറഞ്ഞ അന മുദബ്ബിറുൽ ആലം എന്ന് ശൈഖുന പറഞ്ഞത് അതാണ് ഹഖ്, അതാണ് സത്യം. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശൈഖുനായുടെ കറാമത്ത് അതിവിടെ സോഷ്യൽ മീഡിയ ഉണ്ടാകട്ടെ, ഏത് കാലമാകട്ടെ, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അനുഭവസ്ഥർക്ക് അത് പറയാം, സാധാരണക്കാരനുഭവിച്ചാൽ അവർക്കത് പറയാം. ഇത് ഞങ്ങൾ പറയുമ്പോ ഇതിനങ്ങൾ പ്രാമാണികമായിട്ട് നേരിടണ്ടേ? അല്ല, ഞങ്ങൾ പറഞ്ഞത് പ്രമാണത്തിന് വിരുദ്ധമാണ്, പാരമ്പര്യത്തിനെതിരാണ്. എന്നിട്ട് നിങ്ങൾ പ്രാമാണികമായി മാറ്റുരക്കടോ ആൺകുട്ടികളാണെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യണ പണി എന്താ? ഭീഷണി, ഏഷണി, നുണച്ചാക്ക്, പണച്ചാക്ക്, ഇതല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് ആദർശപരമായി അതിന് നേരിടാൻ പറ്റൂല എന്ന് കാണുമ്പോ ഞങ്ങളെ മശായിഖന്മാര്, ഞങ്ങളെ ശൈഖുന പറഞ്ഞു, എന്ത്
ഈ വരുന്ന ചൊവ്വാൽ ഒരു 1.5 ചൊവ്വാലാണ്. ഉറപ്പായില്ലേ? ഇപ്പോ നിങ്ങൾ കാണാൻ പോണുള്ളൂ. ചൊവ്വാൽ ഒരു 1.5 ചൊവ്വാലല്ലേ? മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോ അത് ഉത്തരോത്തരം ഉന്നതമായ അവസ്ഥയിലേക്ക് ഉഷാറായി ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ പുലർച്ചെ ഇവിടെ പ്രകടമാവുകയല്ലേ. അപ്പൊ അതിന് പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ഇവരെ പരിപാടി എന്താ? ഞങ്ങളെ മശായിഖന്മാർ എവിടെ പോകണമെന്ന് നോക്കിയിട്ട് ക്യാമറ ഇട്ട് നടക്കുക. കോഴിക്കോട്ട് അങ്ങാടിയിൽ ചെല്ലുമ്പോ അവിടെ പോയിട്ട് ക്യാമറ പിടിക്കുക. ഒരു സാധനം മേടിക്കാൻ വേണ്ടി സൂക്കിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പോയിട്ട് ക്യാമറ പിടിക്കുക. ഞങ്ങൾ പെരുന്നാളിൽ ഞങ്ങളെ കുടുംബക്കാരെ ഒന്നിച്ച് വിരുന്നൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കടപ്പുറത്തേക്ക് പോകുമ്പോ സൈബർ ഗുണ്ടകൾ അങ്ങോട്ട് വിട്ടിട്ട് അവിടെ ക്യാമറ പിടിപ്പിക്കുക. ഇത്രയും ഒരു ഉളുപ്പില്ലാത്ത വർഗമായി ഈ AP വിഭാഗം സമസ്ത, ഈ കാന്തപുരം വിഭാഗം മാനവികതയുടെ വിഷയം പറഞ്ഞ് ജനങ്ങളുടെ മനം കവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ മാനവിക വിരുദ്ധർ. എന്നാ അവർ ആ രൂപത്തിലേക്ക് അതപ്പതിച്ചില്ലേ? ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കോൺഗ്രസിന്റെ ആള് പോകുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് ക്യാമറ പിടിക്കുക. ഒരു യുക്തിവാദി പോകുമ്പോ ഇപ്പുറത്ത് മോന്റെ എതിരാളി പോയിട്ട് ക്യാമറ വിളിക്കുക. ഒരു നിരീശ്വരവാദി പോകുമ്പോ മറ്റോന്റെ ക്യാമറ ഒപ്പം പിടിക്കുക. എന്നിട്ടോ ഫോട്ടോ എടുക്കുക, ഫാമിലിയുടെ ഫോട്ടോ എടുക്കുക, എന്നിട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. നിങ്ങളെ നിലവാര തകർച്ചയുടെ ആഴം സമൂഹം മനസ്സിലാക്കും. ചങ്ങായിമാരെ, എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? അതാ പറഞ്ഞത് 1.5 ചൊവ്വാലാണ്. ഇങ്ങളെ ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ. എന്നിട്ട് നിങ്ങൾ വലിയ മാനവികത, അതാ നിങ്ങളെ മാനവികത പറഞ്ഞു. ഇനിയോ ഇപ്പൊ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ഇവര് ചെയ്ത പണിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സഹോദരന്റെ ഭാര്യ മരിച്ചപ്പോ ആ മരണം പോലും സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഏറ്റവും നശിച്ച വർഗം. എന്നിട്ടിപ്പം പറയാ, ഇവരുടെ ചാവേറായിട്ട് ഇറങ്ങിയിരിക്കുന്ന വാളക്കുളത്തുകാരൻ പറയാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിൽ കൃത്യമായ നിലപാടുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ നിലപാട് പറയാൻ, ഇസ്ലാമിന്റെ നിലപാട് ഇവിടെ പറയാൻ അതിന്റെ ആൾക്കാരുണ്ടോ? അതും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അഹ്ലുസുന്ന നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ഭൗതികതയെ ഭൗതികത കൊണ്ട് നേരിടുക, ആത്മീയതയെ ആത്മീയത കൊണ്ട് നേരിടുക. ഇത് മുത്ത് റസൂല് പഠിപ്പിച്ചതാ. രോഗം വരുമ്പോ ചികിത്സിക്കണം, ഉപജീവന മാർഗം നടത്താൻ ബിസിനസ് നടത്തണം, മക്കളെ പോറ്റാൻ കച്ചവടം നടത്തണം, ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം, അവർക്ക് പാർക്കാൻ പാർപ്പിടമുണ്ടാക്കണം, അവർക്ക് ധരിക്കാൻ വസ്ത്രമുണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഭൗതികമായ സംവിധാന. അതോടൊപ്പം തന്നെ അതിലൊക്കെ പരിരക്ഷയും അതില് പരിശുദ്ധിയും അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലും മദതും കിട്ടാൻ മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹിനെ സമീപിക്കുന്നു. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസുലി. റസൂലുള്ളാഹിയുടെ ഹളറത്തിൽ നിന്ന് ആവലാതി പറയുന്നു, വിഷമം പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആത്മീയമായ ആവേശം പകർന്ന് ഉത്തേജനം നൽകുന്നു. രണ്ടും വേണം, ഒന്നൊന്നിനെതിരല്ല. ഭൗതികത ആത്മീയതക്കെതിരല്ല, ആത്മീയത ഭൗതികതക്കെതിരല്ല. ഭൗതികതയെ ഭൗതികത കൊണ്ട് തന്നെ നേരിടണം, ആത്മീയതയെ ആത്മീയത കൊണ്ട് തന്നെ നേരിടണം. അതാണ് കറകളഞ്ഞ ആത്മീയത, അതാണ് ഇസ്ലാം, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. രോഗം വന്നാൽ ചികിത്സിക്കണം. പ്രസവം അതൊരു രോഗമല്ല. അതേസമയം ഒരു മനുഷ്യന്റെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ജീവന്റെ സുരക്ഷ അതിപ്രധാനമാണ്. മനുഷ്യന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഹിദായത്ത്. ആ ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് മനുഷ്യന് ആഫിയത്ത്, ആരോഗ്യം. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളോട് പറയുന്നു, ഏറ്റവും നല്ല ചികിത്സ നടത്തേണ്ട സമയത്ത് ഏറ്റവും നല്ല ചികിത്സ, കുറ്റമറ്റ ചികിത്സ നടത്തണം. ആരോഗ്യം, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി, ഈ ഭൗതിക ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിന് പരിരക്ഷ കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം, നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് ആ സിറാജുദ്ദീൻ ഉസ്താദിന്റെ ഭാര്യ മൗത്തായപ്പോ ഇവരിങ്ങണ്ട് ഇറങ്ങിക്കുക, പച്ച നുണയും പറഞ്ഞിട്ട്. എന്നിട്ട് ഇവര് വലിയ ശാസ്ത്രീയതാണ് ആൾക്കാർ. അവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കണോ എന്ന് വെച്ചോടുക്കും.
ചികിത്സയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം. ചേർന്ന് നിൽക്കാൻ പ്രചോദനം നൽകുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. മുസ്ലിം പണ്ഡിതന്മാർ അതിന് പ്രചോദനം നൽകണ. നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. തുടരട്ടെ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ, അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ, മർക്കസിന് കീഴിലടക്കം ധാരാളം ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ പ്രസവങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. നിങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. നിങ്ങളെ പ്രസ്ഥാനം, നിങ്ങളെ സംഘടന, നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമ, നിങ്ങളെ കീഴ്ഘടകം, നിങ്ങളെ മർക്കസ്, അതിന്റെ കീഴിൽ കുറെ ഹോസ്പിറ്റലിനൊക്കെ തറക്കല്ലിട്ടായിരുന്നു. സ്വപ്നനഗരിയിൽ ഒരു തറക്കല്ലിട്ടല്ലോ ദേവഗൌഡനെ കൊടുത്തിട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിനടക്കം പറ്റിച്ച കൗമപരി ഇവർക്ക് ആരെ പറ്റിക്കാൻ പേടിയെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കൊടുത്തിട്ട് തറക്കല്ലിട്ട് എങ്ങനെ ഹവേലപ്പോ എവിടോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ മാളയിലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതിൽ കോടികൾ നിങ്ങൾ പിടുങ്ങിയില്ലടോ. എന്തൊക്കെ തട്ടിപ്പ് നടത്തി. നിങ്ങളെ ഹോസ്പിറ്റൽ പറയിപ്പിക്കണ്ട. കാന്തപുരം എ പി ഔക്കർ മുസ്ലിയാരുടെ നാടിന്റെ അടുത്തുള്ള സ്ഥലല്ലേ പൂനൂര്. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ? ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്താപ്പോ? ആ ഹോസ്പിറ്റൽ ഇപ്പൊ ആരെ കയ്യില? എന്തിനാ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്? ഇസ്ലാമിക സംസ്കാര പ്രകാരം മുസ്ലിം പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞിട്ട് ആ ജനങ്ങളെ കയ്യിൽ നിന്ന് നാടിന്റെ പൊതുവായ വികസനം എന്നും പറഞ്ഞിട്ട് എല്ലാരെ കയ്യിൽ നിന്നും വാങ്ങിയില്ലടോ. 25,000 രൂപ വരെ നിങ്ങൾ വാങ്ങിയില്ലേ? ഹോസ്പിറ്റൽ ആരെ കയ്യില? ഇന്ന് ആ ഹോസ്പിറ്റൽ നിങ്ങളെ പുതിയ കൂട്ടുകാർ വഹാബിക്ക് നിങ്ങൾ ലീസിന് കൊടുത്തില്ലേ? ആ ഹോസ്പിറ്റലിന്റെ മറവില് ഇന്റർനാഷണൽ ബിസിനസ്മാനായ ഹക്കീം മൗലവി കാട്ടിക്കൂട്ടിയ മനുഷ്യർക്കിടയിൽ പറയാൻ പറ്റാത്ത കാമവേളികളുടെ വൃത്തികെട്ട കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇവിടെ വളരെ ശക്തമായ രൂപത്തിൽ പ്രചരിച്ചില്ലേ? എന്താ ഫാർമസിസ്റ്റിനെ അവരും അവരുടെ ഭർത്താവും തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെ മുതലെടുത്ത് പിന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥയോ മറ്റെന്തൊക്കെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ കേട്ടതാ നമ്മള്. എന്നിട്ട് അവസാനത്ത് ഒതുക്കാൻ ഈ ഹോസ്പിറ്റലിന് പിരിച്ച ക്യാഷിൽ നിന്ന് 25 ലക്ഷം ചെലവഴിച്ചില്ലേ? നിങ്ങളെ ഹോസ്പിറ്റൽ നടത്തിന് പൂതി ഞങ്ങളോട് മതിയാക്കി തരും. നിങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്കാരല്ലേ? പ്രസവത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരങ്ങളില്ലേ? നിങ്ങൾ ശാസ്ത്രീയതയുടെ ഉത്തുംഗ സോപാനത്തിൽ ആനയിക്കുന്നവരല്ലേ? ബാക്കി വെച്ചു കൊടുക്കും. ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും മുസ്ലിം സമുദായം. പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അശാസ്ത്രീയമായ ചില ചികിത്സാ മുറകൾ എന്ന പേരിൽ പ്രചരിക്കുന്നുവെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം ചികിത്സകളോട് പുറംതിരിഞ്ഞു നിന്ന് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതിന്റെ മൂല കാരണങ്ങൾ ചില കാരണങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. മൂലകാരണം നമുക്ക് നോക്കാം. മൂലകാരണം അണ്ടർലൈൻ ചെയ്യണേ. മൂലകാരണത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. നിങ്ങൾ ശാസ്ത്രീയത ആൾക്കാരല്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവം പ്രമാദമായ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ കോഴിക്കോട് ജില്ലയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല. മലപ്പുറം ജില്ലയിലൊക്കെ വയറ്റാട്ടി എന്ന് പറയും. അത് തെറിയൊന്നല്ല കേട്ടോ. ഇവിടെ എന്താ പറയുന്നൊക്കെ അറിയില്ല. ഹോം നേഴ്സ് എന്നൊക്കെ അതിന് പറയാൻ പറ്റുമെന്നൊക്കെ അറിയൂല. നല്ല മലയാളം നല്ലൊരു ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആ സാധനം ആ പ്രസവം എടുക്കണ പെണ്ണ് ആ പെണ്ണിനെ വിളിച്ചിട്ട് വിഷയങ്ങളുണ്ട് ചോദിച്ചു നോക്കുമ്പോഴല്ലേ സുബ്ഹാനല്ലാഹ് നിങ്ങളെ ഹോസ്പിറ്റലിലെ പ്രസവം, നിങ്ങളെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ നടന്ന പ്രസവങ്ങൾ, നിങ്ങളെ കൊളത്തൂകാരൻ മൗലവിയുടെ വീട്ടിൽ നടന്ന ഒരു ഡസം പ്രസവം, അതുപോലെ തന്നെ പകര മുസ്ലിയാരുടെ വീട്ടിൽ നടന്ന പ്രസവം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പണ്ട് നമ്മളെ അനമഹാത്മാവ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ നടന്ന പ്രസവം. ഈ പ്രസവത്തിന്റെ കണക്കുകൾ ഇത് നിങ്ങളുടെ കാന്തപുരം വിഭാഗം മുസ്ലിം ജമാഅത്തിന്റെ ഔദ്യോഗിക വയറ്റാട്ടി. വിളിച്ച് പോലീസുകാർ അന്വേഷണം നടത്തട്ടെ. നിങ്ങൾ ശാസ്ത്രീയത പറഞ്ഞിട്ട് കുഞ്ഞാപ്പോളാവേ ആരെയാണോ നിങ്ങൾ കബളിപ്പിക്കുന്നത്? കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ വരുന്നത്. എന്നിട്ട് മൂലകാരണം കേട്ടോളാം. ഇപ്പൊ ട്രോളുകൾ കിടന്നിട്ട് സോഷ്യൽ മീഡിയയില് ആരാ ഞങ്ങളാ
മടവൂര് ശൈഖുനാടെ കറാമത്ത് പറഞ്ഞാൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറഞ്ഞാൽ യുക്തിവാദി ട്രോളും, നിരീശ്വരവാദി ട്രോളും, സോഷ്യൽ മീഡിയ വ്യാപകമായ കാല ട്രോളും. ഇപ്പൊ നിങ്ങളല്ലടോ ഈ സമുദായത്തെ പറയിപ്പിച്ചത്, ഈ ഉമ്മത്തിനെ പറയിപ്പിച്ചത്, അഹ്ലുസ് സുന്നയെ പറയിപ്പിച്ചത്. വരട്ടെ, നിങ്ങളെ നേതാവാ പറയും. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരിൽ എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വിളിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേരുന്ന്, ആട് പേരുന്ന് 2, 3, 4. നായ 3 മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളെ കിട്ടില്ല. ജാഫറുലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ മൊത്തം പുറത്തായിക്കണിപ്പോ. മറ്റാള് പറഞ്ഞ മാതിരി പുറത്തു പോകുന്നിട്ട് പേടിക്കൊണ്ട് വേണ്ട, ഉള്ളിൽ കുത്തിരിക്കുന്ന അറിയില്ല. ഇത് പുറത്തു പോയിക്കണം, മൊത്തം പുറത്തായിക്കണം. എന്താ ശാസ്ത്രീയത? ശാസ്ത്രീയതല്ലേ, ശാസ്ത്രീയതയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഇത് നിങ്ങളാളാ. ഇയാളെ ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോ തൃശ്ശൂർ ജില്ലയിലെ നമ്മളൊരു പഴയ സുഹൃത്തുണ്ട്, SSFന്റെ മുൻ ജില്ലാ സെക്രട്ടറി. അയാൾ ആ AP വിഭാഗത്തെ പ്രതിനിധീകരിച്ചിട്ട് ബഷീർ ചർച്ചക്ക് വന്ന് വളരെ സൗകര്യപ്രദമായി പകരയെ തള്ളി. അപ്പൊ ആ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം ആരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചില്ലടോ നിങ്ങൾ ഈ ഉമ്മത്തിനെ? അയാൾ ചോദിക്കണത് കേട്ടോ നിങ്ങള്. ഈ പ്രസംഗിച്ച ഉസ്താദ് എന്ന് പറയുന്നത് പകര മുഹമ്മദ് അഹ്സനി. ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ AP സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായി ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നയാൾ അല്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിൽ ഉള്ളയാളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യം. അങ്ങനെ തള്ളുകയാണ് വേണ്ടത്. അങ്ങനെ തള്ളേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പക്ഷെ തള്ളി വരുമ്പോൾ ആരൊക്കെ പെടും, ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാനുണ്ട്. ആരൊക്കെ തള്ളണെന്ന് കാണങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ. ആ അവതാരകനും ഈ ആരിഫ് ഹുസൈനൊന്നും വരെ സംഘടനാ സംവിധാനം കാര്യങ്ങളൊന്നും അറിയൂലല്ലോ. എങ്ങനെ പകരം നിങ്ങളുടെ തള്ളല്? ആരെ പകരം? മുഹമ്മദ് ഹസനി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഖാളിയായ ചാലിയം മഹല്ലിലെ മുദർരിസ്. എങ്ങനെ നിങ്ങൾ തള്ളല്? ഒരു നടക്കു പോകൂല. നിങ്ങളെ ഗ്രാൻഡ് മുഫ്തി ഖാളിയായ ചാലിയം മഹല്ലിലെ ചാലിയം ജുമുഅത്ത് പള്ളിയിലെ മുദർരിസ് നിങ്ങളെ സംഘടനാ വേദിയിൽ സമീപ സമയം വരെ അയാൾ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ നിങ്ങൾ തള്ളല്? പോട്ടെ, അയാൾക്ക് ഇപ്പൊ അടുത്തൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അത് അനൗൺസ് ചെയ്തതാരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ പറഞ്ഞ വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചതാരാ? മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുട്ടിപ്പടി തങ്ങൾ. നിങ്ങൾക്ക് ബന്ധല്ലാന്നോ? നിങ്ങൾ തള്ളേ? അങ്ങനെ അങ്ങോട്ട് തള്ളാൻ പറ്റുമോ മക്കളെ? മാണിക്കക്കല്ലുകളെ, ആ സാധുവിനെ വഴിയാധാരാക്കല്ലേ? അത് ഈ അവതാരകനും ആരിഫ് ഹുസൈനൊന്നും അറിയൂലല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തള്ളുക എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്തെ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ. പ്രസവിച്ചു 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നുകൊണ്ടാ പറഞ്ഞു, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തിന് ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാണ് മെഡിക്കൽ കോളേജിൽ പിന്നെ പോയത് അല്ലേ? അല്ലാഹു റബ്ബി,
പ്രസവിച്ചാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്. യാ അല്ലാഹ്, ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ വെച്ചു തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ഗ്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ് പറഞ്ഞത്. അതെത്താ തുള്ളി, അവനാന്റെ കുട്ടികളല്ലേ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ ഞാൻ കൊടുക്കലാണ്. അല്ലാഹു റബ്ബി. അപ്പൊ ഡോക്ടർക്ക് കഥ മനസ്സിലായി. മൂപ്പര് ഇന്നെ ഇരുത്തിങ്ങാണ്ട് കുറെ വേളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഏതായാലും നല്ല കാലത്തിന് മൂപ്പരെ കുട്ടിനി എന്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത്. 5ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ട മത്സരം ഉണ്ടായി. ആ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട് ഇന്റെ കുട്ടി ഫസ്റ്റായി. തുള്ളി മരുന്നൊക്കെയാണ് ബാക്കിൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു, ആ വരുന്ന തുള്ളി മരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് തുള്ളി മരുന്ന് കഴിക്കണ്ടെന്നല്ല, പിന്നെന്താണ്, ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അഞ്ചനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് എല്ലാവരും എല്ലാവരും പെണ്ണുങ്ങളും 10ഉം 12ഉം 15ഉം ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാ പ്രസവിക്കണം. എങ്ങനെയുണ്ട്? ഒക്കെ വീട്ടിൽ നിന്നാ പ്രസവിച്ച്. മൂലകാരണം അന്വേഷണം നടക്കട്ടെ. നിങ്ങൾ മൂലകാരണം, നിങ്ങൾ ശാസ്ത്രീയത ആൾക്കാരില്ലേ, തുള്ളി മരുന്ന് കൊടുക്കണേനെ കളിയാക്കുക. അത് തുള്ളിയൊന്നല്ല, ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടോ ഓട്ട മത്സരം നടത്തിയപ്പോ അയാൾ മുഴുവനും ബടായിയുടെ മൊയിലിയാരാ, മുഴുവനും കോമഡിയാ, വിടലൻ കബീറ. അപ്പളക്കപ്പൊ ഓരോ കഥകളുണ്ട് മെനയണ ആളാ. ഈ കൂറ്റൻ പാര നിങ്ങൾക്ക് പാരായിട്ട് മാറിയാണ്. എടോ, ഞങ്ങളെ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞില്ലേ, വീട്ടിലും പ്രസവിക്കാം, ഹോസ്പിറ്റലിലും പ്രസവിക്കാം. സുരക്ഷ നിർബന്ധമാണ്, ഉറപ്പുവരുത്തണം. സുരക്ഷ നിർബന്ധമാണ്. സുരക്ഷ ഉറപ്പില്ല, ആശങ്കയുണ്ടോ? മനുഷ്യന്റെ ജീവന് വിലയുണ്ട്, കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക്. ഇനി ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കുന്നില്ലേ? വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കുന്നില്ലേ? മരണം അത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാൽ മരിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മരിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മരണവും ജനനവും ദൈവ നിശ്ചയമാണ്, അല്ലാഹുവിന്റെ ഖളാ ആണ്. അതിൽ നമുക്ക് യാതൊരു ഇടപാടുമില്ല. അതേസമയം മനുഷ്യൻ ജീവന് വിലയുണ്ട്, സുരക്ഷാ ഭീഷണിയുണ്ടോ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആശങ്കയുണ്ടോ? നമ്മൾ കളിക്കേണ്ട കളിയല്ലത്. എന്നിട്ടിങ്ങനെ പറയാ, ഏതാ മൂലകാരണം? നിങ്ങളെ ഔദ്യോഗിക നേതാവാ, സംസ്ഥാന സെക്രട്ടറിയാ മുസ്ലിം ജമാഅത്തിന്റെ. ഇഞ്ഞോ അടുത്ത ആള് വരുന്ന മുഷാവറയുടെ സെക്രട്ടറി, സാക്ഷാൽ നിഴൽവാദിയായ പേരോട് മൗലാന വെറ്റില മൗലവി. വരട്ടെ അയാള്. ഉസ്താദ് പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു വെറ്റില വാങ്ങുക, ആ വെറ്റില നന്നായിട്ട് കഴുകി തുറക്കുക, ആ വെറ്റിലയുടെ മേലെ ഈർക്കിലി എടുത്തിട്ട് ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതുക. എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക, വാൽഖത്ത് മാ ഫീഹാ വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ വെറ്റിലേമന് പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ, വാൽഖത്ത് മാ ഫീഹാ എന്നിങ്ങനെ എഴുതി നിറക്കുക. എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക. അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി ആ നീരിറക്കുക. അങ്ങനെ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല വിഷമമൊന്നുമില്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രസവിപ്പിച്ചാൽ വളരെ സന്തോഷം. പ്രസവിച്ചിട്ട് വിളിക്കുക അറിയാം. കുറച്ച് കഴിയുമ്പോ എന്റെ കൂടെയുള്ള ഇസാഖ് സഖാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, വെറ്റില തിന്നലും പ്രസവിക്കലും, വെറ്റിലയുടെ നീരിയത്തിലും പ്രസവിക്കലും. കണ്ടോങ്ങള് ശാസ്ത്രീയത. എന്താ മൂലകാരണം? എന്തുകൊണ്ടാണ് ലത്തീഫി അവരുടെ ഭാര്യയെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായതെന്താ? 2 പ്രസവം അയാളുടെ ഹോസ്പിറ്റലിലാണ് നടന്നത്. ഇത് 5ാമത്തെ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മരണം സംഭവിക്കുന്നത്. ഇതിന്റെ മുമ്പുള്ള 2 പ്രസവം നിങ്ങളെ കൂടെ ഉള്ളപ്പോ നടന്നതല്ലേ? എവിടുന്നാ പ്രചോദനം ഉൾക്കൊണ്ടത്? ഈ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ആ വയറ്റാട്ടിയുടെ നമ്പർ ആര് കൊടുത്തതാ? നിങ്ങളെ മുൻ പരിചയക്കാരായ കാന്തപുരം വിഭാഗത്തിലെ നേതാക്കന്മാരുടെ വീട്ടിലെ പ്രസവമെടുത്ത പെണ്ണിന്റെ നമ്പർ എങ്ങനെ ലത്തീഫിയുടെ കയ്യിൽ വന്നു? അന്വേഷണം നടക്കട്ടെ. നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവരെ കബളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. എന്നിട്ട് ഞങ്ങളെ പെരടിയിൽ കിടടോ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ വന്യരായ ശൈഖുന ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ പോകണം, ചികിത്സ തേടേണ്ട സമയത്ത് ചികിത്സ തേടണം, മരുന്ന് കഴിക്കേണ്ട സമയത്ത് മരുന്ന് കഴിക്കണം. അഹ്സനി ഉസ്താദിന്റെ ഭാര്യ
അൻവരി ഉസ്താദിന്റെ ഭാര്യ, എന്റെ ഭാര്യ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരുടെ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളെ ഇഖ്വാനീങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, പെൺമക്കൾ, അവരൊക്കെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാ. എന്നിട്ട് ഞങ്ങളെ മേൽക്ക് കുതിര കയറുക. എന്നിട്ട് വാളക്കുളത്തുകാരൻ പറയുന്ന മൂല കാരണം അന്വേഷിക്ക്. ഇതൊക്കെ നിങ്ങൾ ഔദ്യോഗിക നേതാക്കന്മാരല്ലേ. ഇനി അതാ വരുന്നു, നേരത്തെ പറഞ്ഞതാരാ? കൂറ്റൻപാറാരാ? മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി. ശേഷം പറഞ്ഞതാരാ? AP വിഭാഗം സമസ്തയുടെ മുഷാവറ സെക്രട്ടറി. ഇനിയോ യുവജന വിഭാഗം SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സീമന്തപുത്രൻ വരട്ടെ. വിമൻസ് ഈവനിംഗ് തുടരുകയാണ്. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായി SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹാരി. സിസേറിയൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണ്. ഒരു കുട്ടി 4 വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. സിസേറിയൻ ഇല്ലേ, ഈ നാട്ടിലുണ്ടോ? അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13-നാണ് ഡേറ്റ്. അപ്പൊ 10-ന് എന്നെ അഡ്മിറ്റ് ചെയ്തോടെ. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13-നൊന്നും പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാതെ സാരമില്ല, നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും 1 ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്നറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20-നാണ് ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം, അല്ലെ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി, ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലാഹു തആല വയറ്റിലൊരു സാധനം പഠിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യമില്ല. ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയാണെന്ന് തോന്നുന്നു, പൊതുവേദിയിൽ പറയുന്നവരുണ്ടല്ലോ. ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ആരെങ്കിലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത്, AP അബ്ദുൽ ഹക്കീം അസ്ഹാരി പറയുന്നത് 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്നാണ്. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് സിസേറിയൻ എന്നത് തട്ടിപ്പ് ഏർപ്പാടാണ്. ഡോക്ടർമാർ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിസേറിയൻ നടത്തുന്നത് എന്നാണ്. ഒരു ദിവസം 20-ന് പ്രസവിക്കേണ്ടതാണെങ്കിൽ 14-ന് തന്നെ അഡ്മിറ്റ് ആക്കും, 15-ന് സിസേറിയൻ നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിചിത്രമായ ഭാഗം 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആരും ഇതുവരെ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരമൊരു വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കീർത്തന. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രസവത്തിനിടെ യുവതി മരിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ വന്ന് പോയതായിരിക്കും ഇത്രയൊക്കെ. ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക കീർത്തന, ഏറ്റവും ഈ കരയിലെ ഏറ്റവും കൂടുതൽ ജസ്റ്റേഷണൽ പീരീഡ് ഉള്ളത് ആനയ്ക്കാണെന്നാണ് എന്റെ അറിവ്. അത് തന്നെ 18 മുതൽ 22 മാസമാണ്. ഈ 4 വർഷമൊക്കെ എങ്ങനെയാണ് കുട്ടി വയറ്റിൽ കിടക്കുന്ന ജീവനോടെ എന്നുള്ളത് അറിയില്ല. പുരോഗമിക്കുമ്പോഴും ഇത്രയും ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ വിളമ്പാനുള്ള ഒരു ചങ്കൂറ്റം അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇതിപ്പോ കേട്ടിരിക്കുന്ന ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, നമുക്ക് കഴിഞ്ഞ ഈ 4 വർഷം വയറ്റിലിട്ടോണ്ട് നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സീരിയലുകളിൽ. അല്ലാതെ ഞാനത് അല്ലാത്ത ജീവിതത്തിൽ കണ്ടിട്ടില്ല, റിയൽ ലൈഫിൽ കാണാറില്ല. എങ്ങനെയുണ്ട് ഇതൊക്കെ പറയുമ്പോ ഈ അന്തം കമ്മിത്തരം പറയുമ്പോ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ട്രോളാണ്, അവതാരികള് ജമാഅത്തായിട്ട് ട്രോളുക. വാളക്കുളം എന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കണല്ലോ, എന്റെ കാര്യം ആലോചിച്ചിട്ട് അവർ അന്തം വിടുകയാണെന്ന്. അതാ എന്റെ മൂല കാരണം, മനസ്സിലായില്ലേ? മൂല കാരണം ശാസ്ത്രീയത അല്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ 20-ാം തീയതി ഉള്ളത് 13-ാം തീയതി പറയും. ഇതൊക്കെ ബര ഹോസ്പിറ്റലിൽ നടത്തുന്ന ആൾക്കാരല്ലേ, ബര തരികടാവും, ബരാനുള്ള അതിന്റെ മാനേജ്മെന്റ് ട്രസ്റ്റികള് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കഴിയേണ്ട പരമാവധി ഉണ്ട് പോന്നേട്ടെ എന്നുള്ളവർക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടാവും ഇവര്. അല്ലാണ്ട് ഇവരെ അനുഭവമല്ലേ ഇവര് പറയാ, ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നടക്കുന്നിടത്തോളം പൊളിക്കല് നടക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, ഈ രൂപത്തില് എന്നിട്ടിങ്ങനെ പറയാ എന്തൊക്കെയാ വിളമ്പണത്.
ട്രോളാൻ ആളുകൾക്ക് അവസരം. നിങ്ങളിപ്പോ ഈ പറഞ്ഞത് എവിടുന്ന് കണ്ടിട്ടാ പറഞ്ഞത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വിഷയം എവിടെയെന്നറിയോ? നിങ്ങൾ അവിടെ ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട് എന്നൊന്നും പറയണ്ട. ഹബീബരായ തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിം സ്ത്രീകൾക്ക്, മഹാൻ മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ വിഷയത്തിൽ ഹബീബരായ തങ്ങൾക്കുള്ള അധികാരം ഞങ്ങൾ കിതാബുകളിൽ നിന്ന്, ഞങ്ങൾ അഹ്സനി ഉസ്താദ് കിതാബ് ഉദ്ധരിച്ച് പറഞ്ഞപ്പോ അത് നിങ്ങൾ ഇങ്ങനെ ട്രോളായിരിങ്ങില്ലേ? അതിട്ടിട്ട് ഇങ്ങനെ പരിഹസിച്ചില്ലേ? ചോദിക്കട്ടോ, നിങ്ങളല്ലേ ഇപ്പൊ അവസരം കൊടുത്തത്? ഇത് സോഷ്യൽ മീഡിയ ഉള്ള കാലല്ലേ? അഭ്യസ്ത വിദ്യർക്കിടയിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ കറാമത്ത് പറഞ്ഞ, ട്രോളെന്ന് പറഞ്ഞ നിങ്ങളല്ലേ ഇപ്പൊ ഈ ഉമ്മത്തിനെ പറയിപ്പിച്ചത്, സമുദായത്തെ പറയിപ്പിച്ചത്. എന്നിട്ട് ശാസ്ത്രീയത പറയാണ്. എന്നിട്ട് അശാസ്ത്രീയതയുടെ മൂലകാരണം ഈ പറയപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? പകര അഹ്സനിയെ തള്ളിയ നിങ്ങൾക്ക് ഹക്കീം അഹ്സനിയെ തള്ളാൻ ധൈര്യമുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ തള്ളാൻ ധൈര്യമുണ്ടോ? കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയെ തള്ളാൻ ധൈര്യമുണ്ടോ? കേട്ടിക്കട്ടെ ഒന്നുകൂടി. ആരൊക്കെ ഇത് പറഞ്ഞത്? സുബ്ഹാന ജല്ല ജലാലു സ്വന്തം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചികിത്സയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം മശായിഖന്മാരുടെ തലയിൽ വെച്ച് കെട്ടി ഒരു മരണം സംഭവിച്ചപ്പോ സംഘടനാ വിരോധം തീർക്കുന്ന കാന്തപുരം ഗുണ്ടകളെ, നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിങ്ങളുടെ നോളേജ് സിറ്റിയിൽ വന്ന് നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലക്കാരനായ അബ്ദുസത്താറിന്റെ ഡയാലിസിനെ പറ്റി മകൻ പറയാ. ഡയാലിസിനെ പറ്റി പറയുമ്പോ അതിന്റെ മറുപടി അത് വേണ്ട. എന്താ വർത്താനോ? അതെ, ആന ഇടണ്ടിട്ട് ആടിട്ടാലേ പൊളിയോ. ഓർമ്മച്ചോളേണ്ടി, മശായിഖന്മാർ അവരെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുന്ന വർത്താനം മടവൂരി ശൈഖുനാകാൻ അഭിനയിച്ചതാണില്ലേ? അതിന് കിട്ടിയ 8ന്റെ പണി ഞങ്ങൾക്ക്. എന്നിട്ട് പറയാ, നിങ്ങൾ ശാസ്ത്രീയതയോട് പുറംതിരിഞ്ഞു നിൽക്കാത്ത ആൾക്കാരല്ലേ, ചികിത്സയെ ചേർത്ത് പിടിക്കുന്നവരാണില്ലേ? കേട്ടെ, പറയട്ടെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമീപനം വെച്ചുകൊടുക്കും. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാള് കണ്ണൂരില് കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ എപ്പോഴും പറഞ്ഞാൽ ഡോക്ടർ, വേണ്ടാതെ എപ്പോഴും പറഞ്ഞാൽ ഡോക്ടർ. അൽഹംദുലില്ലാ. സാറുണ്ട് അൽഹംദുലില്ലാ. കാരണം എന്താ, മൂപ്പരിക്കിഞ്ഞ് അതിന്റെ ശേഷമാണ് അവിടെ ഗ്രാൻഡ് മക്ബർ ഉണ്ടാക്കാനുള്ള ഒരു ആമുഖാണൊക്കെ. അവിടേക്ക് പിരിവിട്ടല്ലോ. ഇത് വാപ്പാനെ വിറ്റിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ മാണിക്കക്കല്ല്. ഇപ്പൊ മൂപ്പര് എല്ലായിടത്തും കൊണ്ടടക്കുക. ഇനി മൂപ്പര് ഇരിക്കും. കാരണം എന്താ, മറ്റാളെ കിടത്തിയിട്ട് മൂപ്പര് ഇരിക്കാൻ പോകുന്നൊരു കാലുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങളാ അവര് നെയ്ത് കൂട്ടുന്നത്. ഇനി വേണ്ട, 3ഉം വേണ്ട, ഒന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നമ്മള് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഇല്ലാന്നാ. നിങ്ങളാണില്ലേ ശാസ്ത്രീയത പറയണത്? നിങ്ങളാണില്ലേ ഹോസ്പിറ്റൽ നടത്തുന്നത്? നിങ്ങളാണില്ലേ ചികിത്സയെ ചേർത്ത് പിടിക്കണത്? വളക്കുളം മൂലകാരണം തിരിഞ്ഞോപ്പാനൊക്കെ തിരിഞ്ഞോ? ഇത് എന്നിട്ട് ചാനൽ ചർച്ചയിൽ ചോദിക്കുകയാണ്. എക്സ് മുസ്ലിമായ ആരിഫ് ചോദിക്കുക, ആ മനുഷ്യനെ കൊണ്ട്, ആ യുക്തിവാദിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് ആരോടോ? നിങ്ങളല്ലേ? അയാൾ ചോദിക്കുന്നത് കേട്ടു നോക്ക്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സംസ്ഥക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളുവോ? എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറഞ്ഞുതരുമോ? അപ്പൊ നമ്മളെ കൂട്ടുകാരൻ കുടുങ്ങുന്ന രംഗാണ്. പക്ഷേ ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത് തള്ളിയല്ലോ. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഡയാലിസിസ് സംബന്ധിച്ചുള്ള ആളല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. യാതൊരു ഔദ്യോഗിക ചുമതലയിലുള്ള ആളല്ല എന്നാണ്. ഒരു വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി പറയുമെന്ന് ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടി മുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി AP ഉസ്താദ് AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുക്കത്താവാങ്ങാത്ത പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോലെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ രണ്ടിലും വീഡിയോ തള്ളാം, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ രണ്ടിലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദ്. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിട്ടുകൊണ്ട് സമാധാനം. ആ തൊപ്പിട്ട് എന്നതിനടക്കം യുക്തിവാദി പരിഹസിക്കുക. അങ്ങനെ ഈ ഉമ്മത്തിനെ പരിഹസിക്കാനും ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരി തേക്കാനും അവസരം കൊടുത്തത് ഈ കാന്തപുരം സമസ്തയുടെ അറുപ്പിന്തിരിപ്പൻ നിലപാടുകളാ. നിങ്ങൾ എന്നിട്ട് ശാസ്ത്രീയത പറയാ. എടോ, പരിഷ്കർത്താവായി കടന്നു വന്നവര് ഞങ്ങളെ മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖുനാ മടവൂർ. അത് മശായിഖന്മാരാ, അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരാടോ. ഓരോ കാലഘട്ടത്തിലും ഏതൊക്കെ രൂപത്തിലാണ് ഇസ്ലാമിക സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരേണ്ട പരിഷ്കർത്താവാണ്, മുജദ്ദിദാണ്, മുജദ്ദിദുൽ ആളമായ ശൈഖുനാ മടവൂർ. ആ വഴിയിലുള്ള മഹാന്മാര് സ്വീകരിക്കണ നിലപാട് സ്വീകരിക്കുന്നത്. അല്ലാണ്ട് ഒന്നും വേണ്ട മൂന്നും വേണ്ട, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. അതൊക്കെ പറയേണ്ട ആളുകളുണ്ട്. നിങ്ങളതിന് ആ രൂപത്തിലുണ്ട് പറയാൻ ഒരുങ്ങിയാൽ വഷളാകൂലേ? അതല്ലേ ഇപ്പോൾ ഉണ്ടായത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത്? നിങ്ങളെ കൂടെ ഉള്ളപ്പോഴൊന്നും ഈ ആദ്യ പൊട്ടത്തരങ്ങൾ വിളിച്ചറിഞ്ഞിരുന്നില്ലല്ലോ. ഈ പിന്തിരിപ്പൻ നിലപാട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ നിങ്ങളതൊക്കെ പറയാൻ കാരണം? ഇവരുടെ ഉണ്ണലും ഉറക്കവും ഒക്കെ വഹാബികളോടുകൂടെയായി എന്നതാണ്. ഈ ആശയം ഇവിടെ കൊണ്ടുവന്നതാരാ? മടവൂർ ശൈഖുനയെ പോലെയുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാർ. അവർ ഭൗതികമായ സംവിധാനങ്ങളെ ഭൗതികമായി തന്നെ ഉപയോഗപ്പെടുത്തണമെന്നും കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായും ജീവിച്ച മഹാനരാണ്. അവരുടെ വഴിയിലുള്ള മഹാന്മാരും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവരെയൊക്കെ തള്ളുന്ന ഈ വഹാബി പുരോഹിതന്മാർ അവര് സമൂഹത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്താ? നേരത്തെ ഇവരുടെ മുസാവർ ഔദ്യോഗികമായി മുഖാമുഖത്തിനൊക്കെ മറുപടി പറയാൻ നിയമിച്ച വാളക്കുളം മൗലവിയുടെ ആദ്യത്തെ ചോദ്യം നമ്മൾ മറന്നിട്ടില്ല. ഇതിന്റെ മൂല കാരണം എന്താണ്? കാന്തപുരം വിഭാഗം ഇത്തരം പിന്തിരിപ്പൻ ആശയത്തിലേക്ക് പോകാനുള്ള മൂല കാരണം, ഞങ്ങളൊന്നും ആ സംഘടനയിലുള്ളപ്പോ ഇമ്മാതിരി അന്തംഗമ്മിത്തരം പറയാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് തിരുത്തും. ചോദിക്കുന്നുണ്ടല്ലോ, ആ അവതാരിക ചോദിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് ആരും തിരുത്തി കൊടുത്തത് കണ്ടിട്ടില്ല എന്ന്. എല്ലാരും ഈ കോലത്തിലല്ലേ ഉള്ളത്. സീരിയല് കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഹക്കീം മൗലവി എന്നാ പറയുന്നത് അവതാരിക. അതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഏതൊക്കെ സീരിയല് കണ്ടിട്ട് അതിലെ കഥകളാണോ പറഞ്ഞതെന്ന് അറിയൂലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളാണ് ഇവിടെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക്, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്ന ആളുകൾക്ക്, യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് ഇസ്ലാമിനെ ട്രോളാൻ വഴിമരുന്നിട്ട് കൊടുത്തത് നിങ്ങളാ. അതിന് നിങ്ങൾ അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോകാനുണ്ടായ കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, വഹാബി മൗലവിയുടെ ആശയം. റസൂലുള്ളാഹിക്ക് നയലുണ്ട് എന്ന വഹാബിയുടെ ആശയത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ? ഹബീബരായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചാകുമെന്ന വഹാബി വാദം നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന വാദം കൊണ്ടുവരുന്നില്ലേ? മുത്തു റസൂലിന്റെ ശരീരം തീയിലിട്ടാൽ കരിയുമെന്ന വാദത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? മശായിഖന്മാരില്ല, മടവൂർ ശൈഖുന മാനസിക രോഗിയാണ് എന്ന വഹാബി വാദത്തിലേക്ക് നിങ്ങളെ നേതാക്കന്മാരും രണ്ടാംകിട നേതാക്കന്മാരും ഒക്കെ കടന്നു വന്നില്ലേ? അപ്പൊ ആ ആശയത്തിലേക്ക് വഹാബിയോടൊപ്പം ഒട്ടിച്ചേർന്നു നിന്നപ്പോ ആ വഹാബിയുടെ പിന്തിരിപ്പൻ ആശയം നിങ്ങളിലേക്കും വന്നു. വഹാബി മൗലവിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്താ? കേട്ടു നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ
അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്നത് ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചു ആര്? കാന്തപുരം വിഭാഗത്തിലെ ആൾക്കാർ. ആലോചിച്ചിട്ട് നിങ്ങൾ എത്തിയ തീരുമാനമാണ് ഇതിന്റെ മൂലകാരണം. മൂലകാരണം മറക്കരുത്. വാളക്കുളം മൗലവി പറഞ്ഞ മൂലകാരണം വഹാബിയോടൊപ്പം ഉണ്ണലും ഉറങ്ങലും ഒക്കെ വഹാബിയോടൊപ്പം ആയതാണ് നിങ്ങൾ ഈ ഒരു ഗതികേടിലേക്ക് എത്തിപ്പെടാനുള്ള മൂലകാരണം. അപ്പൊ മൂലകാരണം ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ താറു പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചിട്ട് സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോ ആ മരണവുമായി ബന്ധപ്പെട്ട് അതിനെ ഈ വിഷയത്തിലേക്ക് അതിനെ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി ഫാസിസം കളിച്ച് മഹാന്മാരായ മശായിഖന്മാരെ അതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഈ മൗലവി പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. വാളക്കുളം മൗലവി പച്ചക്കളവ് പറയുന്നത് സ്വന്തം ഭാര്യ ജീവിതത്തോട് മല്ലടിച്ചു കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല സഹോദരങ്ങളെ. ഈ തരത്തിൽ ഈ മനുഷ്യനെ അധപ്പതിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഈ വ്യാജസിദ്ധന്മാരിലുള്ള വിശ്വാസമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജസിദ്ധന്മാർ കുരുവട്ടൂരികൾ, അവർ സമൂഹത്തെ ഈ അറിവില്ലായ്മയിൽ തളച്ചിട്ട് അവരുടെ സാമ്പത്തികമായ ചൂഷണം നടത്തി, അവരുടെ എല്ലാ അർത്ഥത്തിലും അവരെ ചൂഷണം നടത്തി, അവരിങ്ങനെ അടിമകളാക്കി വെച്ച് ഈ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് അവരെ തള്ളിവിട്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വ്യാജസിദ്ധന്മാരും എങ്ങനെയുണ്ട്? പച്ചക്കളവ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവാനന്തര മരണവുമായി ബന്ധപ്പെട്ട് മശായിഖന്മാരുടെ പേരിൽ പച്ചക്കളവ് വെച്ച് പുലമ്പുന്ന മൗലവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ള ഷെയ്ഖിന്റെ നിർദ്ദേശമാണ്. തെളിയിക്കണമാണെങ്കിൽ ഞങ്ങളുടെ ഷെയ്ഖുനെ ഞങ്ങളോട് പറയുന്നത് എന്താ? നമുക്ക് അള്ളാഹു നൽകിയ ഹിദായത്ത് അത് കഴിച്ചാൽ ആഫിയത്താണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമായ പരിരക്ഷ, അതിന്റെ സുരക്ഷിതത്വം അത് നമ്മൾ ഉറപ്പുവരുത്തണം. ചികിത്സ ആവശ്യമായി വരുമ്പോ ഏറ്റവും നല്ല മികച്ച ചികിത്സ കൊടുക്കണം. ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ മശായിഖന്മാർ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒക്കെ ഭാര്യമാര് പ്രസവിച്ചത് ഹോസ്പിറ്റലുകളിലല്ലേ? ഞങ്ങളെ ഇഖ്വാനിങ്ങളുടെ ഭാര്യമാരും പെൺമക്കളും സഹോദരിമാരൊക്കെ പ്രസവിച്ചത്. എന്നിട്ട് ഇല്ലാത്ത കളവ് നിങ്ങളെ മൗലവിമാർ കാന്തപുരം വിഭാഗത്തിലെ നേരത്തെ ഞാൻ ഇവിടെ കേൾപ്പിച്ച അറുപിന്തിരിപ്പൻ സമീപനവുമായി കടന്നു വന്ന പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിച്ച കാലത്ത് നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാര്യയുടെ പ്രസവം വീട്ടിൽ നിന്നാക്കി ആ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞങ്ങളെ മശായിഖന്മാരെ വലിച്ചഴച്ചിട്ട് കണ്ണടച്ചീരിട്ടാക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അതിവിടെ നടക്കുകയില്ല. കളവ് പറയുന്നൊരു മടിയില്ലല്ലോ, ശുദ്ധമായ കളവ്. ഇതേ മൗലവി തന്നെ ഈ മരണം സംഭവിച്ച അന്ന്, ഈ വിഷയം പുറത്തു വന്ന അന്ന് ഈ മൗലവി വാട്സപ്പിലൂടെ പച്ചക്കള്ളം പറയുന്നത് മറ്റൊരു കളവ് കേട്ടു നോക്കൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കളവ് വെച്ചോളൂ. ഈ വ്യാജ ശേഖന്മാര് അവരുടെ സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ഈ ലത്തീഫി അയാള് ഭാര്യ കരഞ്ഞു പറഞ്ഞിട്ടും ബ്ലീഡിങ് അങ്ങേയറ്റുണ്ടായിട്ടും അതുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഭാര്യ തന്നെ കരഞ്ഞ് ആവശ്യപ്പെട്ടിട്ടും
മരണത്തോട് മല്ലടിക്കുമ്പോഴും ആ ഭാര്യയുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൂരനായി മാറിയത്, മനുഷ്യമൃഗമായി ഇയാൾക്ക് മാറാൻ കഴിഞ്ഞത് ഇയാളൊരു കുരുവട്ടൂരി ആയതുകൊണ്ടാണ്. പച്ച നോണ വിളിച്ചു പറയാ. ആന പ്രസവിക്കണില്ലേ, ആട് പ്രസവിക്കണില്ലേ, നായ പ്രസവിക്കണില്ലേ? 10 മാസം ആകുമ്പോഴത്തേന് പൊട്ടിയിട്ടിന് പുറത്തേക്ക് വരുമെന്ന് പേടിക്കൊന്നും വേണ്ട, 4 കൊല്ലം വരെ ഉള്ളിൽ കിടക്കും. തുള്ളിമരുന്ന് കൊടുത്തപ്പോ അത് തുള്ളിമരുന്നല്ല, ഗ്ലാസ് ഒട്ടാകെ കൊടുക്കുക. ഡയാലിസിന്റെ വിഷയം വന്നപ്പോ ഒന്നും വേണ്ട 3 വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടാന്ന് തന്നെ. ഇതൊക്കെ പറഞ്ഞങ്ങള് നിങ്ങളല്ലടോ മനുഷ്യജീവൻ അപഹരിച്ച ക്രൂര മനസ്സിന്റെ ഉടമകൾ? എന്നിട്ടത് മറ്റുള്ളവരുടെ മേലിലേക്ക് ചാർത്തി വെക്കുകയോ? കളവ് പറയാങ്ങൾക്ക് ഒരു മടിയില്ലല്ലോ. കളവ് പറയല് സർട്ടിഫിക്കറ്റ് നേടിയ മൗലവിയാണ് ഈ വളക്കുളം മൗലവി. നമ്മളെ വെല്ലുവിളിച്ചിരുന്നല്ലോ, തെളിയിക്കുകയാണെങ്കിൽ. അതിന് ഉളുപ്പ് വേണ്ടേ? എല്ലാ സ്ഥലത്തും നടന്നിട്ട് എടോ ആദർശം കൊണ്ട് നേരിട്. സംഘടനാ വിരോധം തീർക്കൽ ഇത്തരം ഘട്ടങ്ങളില് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ സംഘടനയുടെ പ്രഭാഷകർ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെ മോശമായ കേസുകൾ, അതിൽ നിങ്ങളുടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രഭാഷകർ അകപ്പെട്ടപ്പോ ഞങ്ങളതെടുത്ത് ആഘോഷിച്ചിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ മാന്യതയ്ക്ക് യോജിച്ചതല്ല. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന നമ്മുടെ പ്രഭാഷകന്മാർ അത്തരം പോക്സോ കേസുകളിലും മറ്റൊക്കെ പെട്ടപ്പോ ഞങ്ങൾ അവരോട് വാട്സപ്പിൽ സംസാരിച്ചതെന്താ? ഇന്നും അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ കേട്ടു സഹോദര, അത് സത്യമാവാതിരിക്കട്ടെ, വീണ്ടും നിങ്ങൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ അവസരമൊരുങ്ങട്ടെ എന്നാ ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളത് നിങ്ങളെപ്പോലെ മൃഗീയമായ സംസ്കാരത്തെയും അധപ്പതിപ്പിക്കുന്ന രൂപത്തിൽ അതെടുത്തിട്ട് ആഘോഷിക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. അത്തരം കേസുകളിൽപ്പെട്ട ആളുകൾ ജാമ്യത്തിനിറങ്ങിയിട്ട് ഞങ്ങളെ വിളിച്ചില്ലേ? ഞാൻ ഇത്തരം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം നിങ്ങളുടെ ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറയാൻ പാടില്ലാത്ത വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ കാണണം, മാപ്പ് പറയണം എന്ന് നിങ്ങളുടെ പ്രഭാഷകർ, ഇന്നും സ്റ്റേജിലുള്ള പ്രഭാഷകർ അത്തരം ദുരന്തങ്ങളിൽപ്പെട്ടപ്പോ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, ഒന്നിരായ ഹസനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത കേസുകളിൽ നിങ്ങൾ അകപ്പെട്ടപ്പോഴും ഞങ്ങളോട് വിളിച്ചിട്ട് കുമ്പസാരം നടത്തിയപ്പോഴും ഞങ്ങൾ അതിനോട് മാന്യമായി മാനുഷിക പരിഗണന വെച്ചിട്ടല്ലടോ ഞങ്ങൾ പ്രതികരിച്ചത്. അത് ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കാര. നിങ്ങളിത് വ്യക്തിവിരോധം തീർക്കാനും സംഘടനാ വിരോധം തീർക്കാനും ഒരു മരണം കിട്ടി അത് ഉപയോഗപ്പെടുത്തുക. കടപ്പുറത്താരയിലൊക്കെ പോകുന്നുണ്ടോ നോക്കിയിട്ട് അടക്കുക. ഞങ്ങൾ ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് രൂപത്തിൽ പോകണം, ഞങ്ങളെ നിസ്കാരം, ജമ്മിന്റെയും കസറിന്റെയും മസ്അല പഠിക്കാതെ ഈയൊക്കെ എങ്ങനെയാ ചങ്ങായി സഖാഫിയായത്? വളക്കുളം. എന്നിട്ട് അതിന് മൂട് താങ്ങാൻ ഒരു കൊട്ടുക്കരക്കാരൻ അഹ്സനി വേറെയും. ഇവർ എങ്ങനെ അഹ്സനിയായത്? ഒരാളുടെ യാത്ര എവിടുന്ന് പുറപ്പെടുന്നു, എവിടേക്ക് പോകുന്നു, നിസ്കാരം എവിടെ നിന്ന് നിർവഹിക്കുന്നു ഒന്നും അറിയാതെ ചൊവ്വാല് 2-ന് ചാവക്കാട് കടപ്പുറത്ത് പോയപ്പോ അതിനെപ്പറ്റി വാളക്കുളം മൗലവി പറഞ്ഞ ശുദ്ധമായ കളവ്, ശുദ്ധമായ കളവ് വാട്സപ്പിൽ നിറങ്ങല്ലേ, കേട്ടു നോക്കുങ്ങൾ വെച്ചു കൊടുക്കും. അസറിന് വന്ന് മഗ്‌രിബും കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് ഇവരവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തപ്പോ കുഞ്ഞേമത് പറഞ്ഞല്ലോ, ഞാന് മുസാഫിറാണ്, ജമ്മു കസറൊക്കെയാണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല ചങ്ങായി എന്റെ നാടും ഇവിടെ ആയിട്ട് 7 കിലോമീറ്ററിലെ വ്യത്യാസമുള്ളൂ, 7 കിലോമീറ്ററിന് പോന്നാൽ ഏതടിസ്ഥാനത്തിലായിട്ട് ജമ്മു കസറൊക്കെയാന്ന് ചോദിച്ചു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, തൊഴിയൂരും ചാവക്കാട് കടപ്പുറം തമ്മിൽ 7 കിലോമീറ്റർ അല്ലേ വ്യത്യാസം. ഞാൻ ചോദിച്ചു, ആരെ പറഞ്ഞത് ഞാൻ തൊഴിയൂരപ്പ താമസിക്കണമെന്ന്? അപ്പൊ ഇതിപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്റെ അരണബുദ്ധി കേട്ടോളെ നിങ്ങള്. കാരണം വലിയ ആളോട് തന്നെ നമ്മളെ മശായിഖന്മാർ ചോദിച്ചില്ല നിങ്ങൾക്ക് അരണബുദ്ധിയാണ്. പിന്നെ അണികളെ കാര്യം പറയണ്ടോ? ഇവന്റെ ബുദ്ധി അരണബുദ്ധിയാണ്, കണ്ടോളെ നിങ്ങള്. ഇതൊക്കെ പറഞ്ഞ ആള് 7 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാള് ഈ സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ എന്നെ കുറിച്ചും അഹ്സനി ഉസ്താദിനെ കുറിച്ചും പറയുന്ന ശുദ്ധമായ മറ്റൊരു കളവ്. നോണ പറയാൻ ഒരു മടിയില്ല. ആ റെക്സോണ സോപ്പൊക്കെ നിങ്ങൾക്കാട്ടോ, നിങ്ങൾക്ക് റെക്സോണ പോരാ, നിങ്ങൾക്ക് പിയേഴ്സൺ കാരണം. ആ എന്തൊരു നുണയാണ്, എന്തൊരു വിടലൻ കബീറ. ഇമ്മാതിരി തള്ളു തള്ളാൻ പാടുണ്ടോ? നോക്കി നിങ്ങള്
ഇപ്പൊ ഓനെ ആദ്യം പറഞ്ഞത് മറന്നു, ആദ്യം പറഞ്ഞത് മറന്നു. എന്നിട്ട് പൊട്ടത്തരം വിളിച്ചിറങ്ങി നോക്കി നിങ്ങൾ അരണബുദ്ധിയാണേ. വെച്ചോടുത്തു. കുരുവട്ടൂരിയൻ മൗലയുമാരായ നൗഷാദും തൊഴിയൂരടക്കമുള്ള മൗലയുമാരെ താമസമാക്കിയ സ്ഥലമാണ് ചട്ടിപ്പറമ്പ്. അവിടെ എന്തിനാണ് ഇവർ വരുന്നത്? എന്തിനാണ് ഇത്തരം ദുരൂഹമായ ജീവിതം നയിക്കുന്നത്? ആരടാ ചെങ്ങായി എന്നോട് പറഞ്ഞത്? അഹ്സനി ഉസ്താദും ഞാനൊക്കെ ചട്ടിപ്പറമ്പിലാ താമസിക്കണത്. ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസ്ലും ഫസ്ലും ഉണ്ടെങ്കിൽ, അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കട. ആൺകുട്ടിയാണെങ്കിൽ അഹ്സനി ഉസ്താദ് താമസിക്കുന്നത് ചട്ടിപ്പറമ്പിലാണ്, ഞാൻ താമസിക്കുന്നത് ചട്ടിപ്പറമ്പിലാണ്. നോണ പറയാൻ ഒരു മടിയില്ലാത്ത വർഗം. അപ്പൊ നേരത്തെ പറഞ്ഞ അരണബുദ്ധി മറന്നുപോയി. ചാവക്കാട്ട് നിന്ന് 7 കിലോമീറ്റർ ഉള്ളോ? ചാവക്കാട്ട് നിന്ന് 7 കിലോമീറ്റർ ഉള്ള ദൂരത്ത് ഏത് ചട്ടിപ്പറമ്പാ? ഏത് ചട്ടിപ്പറമ്പാണ്? അപ്പൊ ഇത് വന്നപ്പോ നേരെ എങ്ങോട്ട് മാറി? പച്ച നോണ പറയാ. ഇതിന് പ്രതികരിക്കേണ്ടത് ബാലുവാ. ബാലു ഒന്ന് പ്രതികരിച്ചോട്ടെ മോനെ. തൽക്കാലം വെക്കട്ടെ. 3 പടായി പൊട്ടിച്ചേന് ബാലുവിന്റെ വക ഉപഹാരം. ഉളുപ്പില്ലല്ലോടോ ചങ്ങായിമാരെ നിങ്ങൾക്ക്? കളവ് പറയാ. ഞങ്ങളെ എവിടെ പോകണം? ഏത് രൂപത്തിലുള്ള? അവിടേക്ക് പോയപ്പോ ചൊവ്വാൽ 2-ന് പോയപ്പോ തലയെ കെട്ടും കെട്ടിയിട്ടല്ലേ പോയത്? ഇപ്പൊ ഇന്നലെ പറയണ് എന്താ തൊപ്പിട്ടിട്ടല്ലേ പോയത്? ഞങ്ങള് തൊപ്പിട്ടിട്ടാ പോണ്ട്, തലയെ കെട്ടിട്ടാ പോണ്ട്, കന്തൂറട്ടിട്ടാ പോണ്ട്, കുർത്തട്ടിട്ടാ പോണ്ട്, എങ്ങനെ പോണ്ട്? അതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാര്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതെന്താ നിങ്ങൾ ഇവിടുത്തെ ഒരു കാന്തപുരം താലിബാനിസോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാ ടൈഗർ സുന്യൊക്കെ ഉണ്ടല്ലോ, ജമിയത്തുൽ ഇഹ്സാനിയ്യ, പണ്ടത്തെ കഥ. ആ സിനിമാ തിയേറ്ററിന് തീയൊടുക്കലും കള്ളിഷാപ്പ് കത്തിക്കലും അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരലും ആളുകളെ കൊല നടത്തലൊക്കെ നിങ്ങൾ നടത്തിന്ന് ഞങ്ങള് പറയണല്ല, പത്രത്തിൽ വന്നതാ. ആ ഗുണ്ടായിസായിട്ട് മശായിഖന്മാരെ മക്കൾക്ക് നേരെ വരാനാണ് തീരുമാനമെങ്കിൽ അത് ഈ ഉലകത്തിൽ നടക്കൂല. ഓർമ്മ വേണം. അതുകൊണ്ട് ഈ അതിബാഡായികൾ വിളിച്ചു പറഞ്ഞ് സമൂഹത്തിൽ സ്വയം പരിഹാസ്യരാകരുത്. ഇപ്പൊ എന്റെ മൂലകാരനം തിരിഞ്ഞില്ല എനിക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നീങ്ങ. ദീനായി ഇവിടെ മശായിഖന്മാരുടെ വഴിയുണ്ട്. മടവൂർ ശൈഖുന പഠിപ്പിച്ചെന്ന വഴി, മഹാനരായ വടകര മുഹമ്മദ് ആജിപ്പാപ്പ തങ്ങൾ പഠിപ്പിച്ചെന്ന ഹഖായ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് അള്ളാഹുവിന്റെ ദീന് ഏത് രൂപത്തിൽ ഓരോ കാലഘട്ടത്തിലും ഇവിടെ പ്രായോഗികമായി നടപ്പിൽ വരുത്തണമെന്ന് കാലഘട്ടത്തിന്റെ മശായിഖന്മാരാണ് പറഞ്ഞു തരേണ്ടത്. അവരുടെ ഓരം പറ്റി അവരുടെ ആ പരിശുദ്ധമായ വചനാമൃത സുതകൾക്ക് കാതോർത്തുകൊണ്ട് നിർദ്ദേശാനുസരണം നല്ല രൂപത്തിൽ ജീവിച്ചാൽ നമ്മുടെ ഈമാനും ഹിദായത്തും രക്ഷപ്പെടുത്താൻ കഴിയും. മരണം അത് നമുക്ക് നിർബന്ധമായ ഘടകമാണ് മുഅ്മിനീങ്ങളെ. ആ മരണം വരുന്നതിന്റെ മുൻപ് നമുക്ക് മരണാനന്തരമുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഖബറുണ്ട്, മഹ്ശറുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്. അവിടെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളവരാരാ? അല്ലാഹു അതിന് പ്രത്യേകം അധികാരം കൊടുത്ത മശായിഖന്മാരാണ്. മടവൂർ ശൈഖുനയാണ്, ഗൗസുൽ ആലം തങ്ങളാണ്, മുത്ത് റസൂലാണ്, കാലഘട്ടത്തിലെ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരാണ്. എന്നെ ഫീഡിച്ചവർ ഏതും ഫേടിക്കേണ്ട, എന്നെ ഫീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ആ മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ച് അവരെ പൊരുത്തത്തിലായി റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, 5 വഖ്ത് കൃത്യമായി നിസ്കരിക്കുക, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. അതാ നമ്മുടെ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ വർദ്ധിപ്പിക്കുക, മഹാന്മാരെ അനുസ്മരിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതേ മടവൂർ ശൈഖുനയെ പോലെയുള്ള മഹാനരായ
മഹാനായ വടകര മമ്മദാജി തങ്ങളെ പോലെയുള്ള വലിയ വലിയ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവരെ ഹളറത്തുകളിലേക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോവുക, അവര് കാണിച്ചു തന്ന ഹക്കായ വഴിയിൽ അവരുടെ മഹാന്മാരായ പിന്തുടർച്ചക്കാരായ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിക്കുക. അവരോടുള്ള സ്നേഹമാണ് അല്ലാഹുവിനോടുള്ള സ്നേഹം, മടവൂർ ശൈഖുനയോടുള്ള സ്നേഹമാണ് മുത്തു റസൂലിനോടുള്ള സ്നേഹം, മുത്തു റസൂലിലുള്ള സ്നേഹമാണ് അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്. അല്ലാതെ സംഘടനയെ സ്നേഹിച്ചാൽ, സംഘടനാ നേതാക്കന്മാരെ സ്നേഹിച്ചാൽ ഇത് കരസ്ഥമാക്കാൻ കഴിയൂല. അത് പറഞ്ഞ് ജനങ്ങളെ പണം പിടുങ്ങുന്ന ആളുകൾ സുഹബ എന്ന പേരില് കള്ളത്തരം പറഞ്ഞിട്ട് 1000 രൂപയും പിരിച്ചിട്ട് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് അതിന്റെ പരിസരത്തേക്ക് പോലും ചെല്ലാത്ത ആളുകൾക്ക് സുഹബയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാന്മാരുടെ വഴികളെ മുഴുവനും ബിസിനസ് ആക്കി മാറ്റിയ ഏറ്റവും വലിയ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന, മതം കൊണ്ട് വ്യവസായം നടത്തുന്ന കക്ഷികളാണ് ഈ AP വിഭാഗം സമസ്ത. മുത്തു റസൂലിന്റെ ആസാറിനെ കൊണ്ട് വ്യവസായം നടത്തിയവര്, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനന്തരാവകാശികളായ മശായിഖന്മാര് കാണിച്ചു തന്ന സുഹബയെ വ്യവസായമാക്കി മാറ്റിയവര്, അതിന്റെ പരിസരത്തേക്ക് ചെല്ലാത്തവർക്ക് 1000 ഉലുവയും വാങ്ങിയിട്ട് നക്കാപ്പിച്ച 4 അണക്ക് വേണ്ടിയിട്ട് ഉളുപ്പില്ലാതെ മശായിഖന്മാര് ആദരവോടെ കണ്ട സുഹബയെ നിന്ദിച്ച വൃത്തികെട്ട നന്ദികെട്ട വർഗമേ, ലക്ഷണം കെട്ട വർഗമേ, ഈ കാലഘട്ടത്തിൽ വഹാബിയേക്കാൾ, മൗദൂദികളെക്കാൾ, തബ്ലീഗ് ജമാഅത്തുകാരെക്കാൾ, നിരീശ്വരവാദിയേക്കാൾ, യുക്തിവാദികളെക്കാൾ സുന്നത്ത് ജമാഅത്തിന് ഭീഷണി ഈ പറയപ്പെട്ട കാന്തപുരം വിഭാഗമാണ്. റസൂലുള്ളാഹിക്ക് നയലുണ്ടെന്ന് വാദിക്കുന്ന പേരോട്ടുകാരൻ മൗലവിയെ പോലെയുള്ള, റസൂലുള്ളാഹിയുടെ കോലത്തിൽ പിശാച് വരുമെന്ന് പറയുന്ന മഹാനരായ മടവൂർ ശൈഖുന ഖുതുബുൽ ആലമല്ലെന്ന് പറയുന്ന, മഹാന്മാരെ കറാമത്ത് പറയാൻ പാടില്ലെന്ന് പറയുന്ന ഇത്തരം വാദഗതികളുമായി വരുന്ന ഈ കക്ഷികള്, ഇതാണ് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കുന്ന ആളുകള്. ഇവരുമായി മുസ്ലിം ഉമ്മത്ത് വിട്ടുനിൽക്കണേ. ഇവര് നമ്മളെ ഈമാന് പോക്കറ്റടിക്കും, നമ്മുടെ സമ്പത്ത് പോക്കറ്റടിക്കുന്ന ചൂഷകന്മാരാണ്. അല്ലാഹു ഈ ശർറിന്റെ അഹ്ലിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആയിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വന്യരായ കാലം കാതോർക്കുന്ന ശബ്ദം, ഈ കാലഘട്ടത്തിലെ മശായിഖന്മാർ പോറ്റി വളർത്തിയ കാലത്തിന്റെ ഇതിഹാസം, അഹ്ലുസുന്നയുടെ ഇടിപ്പടക്കം ആദർശ വിരോധികളായ വഹാബികളുടെയും മൗദൂദികളുടെയും തബ്ലീഗുകാരുടെയും അവരുടെ മൂടുതാങ്ങികളായ നവജമാഅത്തുകാരാകുന്ന ഇത്തരം ആളുകളുടെയും ഒക്കെ പേടി സ്വപ്നമായ വന്യരായ അഹ്സനി ഉസ്താദ് അനുഗ്രഹീത പ്രഭാഷണം ഇവിടെ നടത്താൻ പോവുകയാണ്. ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിലേക്ക് നിങ്ങളെയൊക്കെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് വന്യരായ ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.